എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന വെബ് പരമ്പരയുടെ 1651 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഡോക്ടർ അനിത സോമനോടൊപ്പം എന്ന പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. അനിത സോമൻ ഡോക്ടർ കാണുന്നില്ലേ? ഉണ്ടോ? ആണ്. ഇപ്പോഴാണ് മുഖം കണ്ടത് കേട്ടോ. ശരി, അപ്പൊ അനിത സോമൻ ഡോക്ടർ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഈ സെഷനിലേക്ക് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഡോക്ടർ അനിത സോമനെ ക്ഷണിക്കുകയാണ്. ഡോക്ടറെ ക്ലാസ്സോട്. നമസ്കാരം, വിനീതമായ നമസ്കാരം എല്ലാവർക്കും. ആദ്യം തന്നെ നമ്മുടെ ഹോമിയോപ്പതിയിലെ ഉപജ്ഞാതാവായ ഡോക്ടർ ക്രിസ്ത്യൻ ഫെഡറിക് സാമുവൽ ഹനുമാനും അതോടൊപ്പം എൻ്റെ മാനസ ഗുരുവായ ഡോക്ടർ പ്രഫുൽ വിജയകർ സാറിൻ്റെയും ബ്ലെസ്സിങ്ങോട് കൂടി ഈ ക്ലാസ് അല്ല, ഒരു ഡിസ്കഷൻ നമുക്ക് നടത്താം. ആദ്യം ഞാൻ പ്രഫുൽ വിജയകർ സാറിൻ്റെ ഒരു കോട്ട് പറയാം. ലൈഫ് മീൻസ് ഫൈറ്റ് ആണ്. ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിതം എന്ന് പറയുന്ന ഒരു ഫൈറ്റ് ആണ്. വെൻ യു ലവ് യുവർ ലൈഫ് യു ഷുഡ് ഫൈറ്റ് ഫോർ ഇറ്റ്. എപ്പോഴും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ആദ്യം കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ആ കുട്ടി പിന്നെ വരുന്നതെന്ന് പറയുന്നത് അതിൻ്റെ നെക്ക് പൊക്കുകയാണ്, കണ്ണം കമിഴ്ന്ന് വീഴുകയാണ്. അപ്പൊ ഓരോന്നും ഫൈറ്റ് ചെയ്ത് ഇരുന്നാലും വീണ് 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 എഴുന്നേറ്റ് നിന്ന് പിന്നെ നടന്ന് ഇങ്ങനെ ഫൈറ്റ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് വെൻ യു ലവ് യുവർ ലൈഫ് യു ഷുഡ് ഫൈറ്റ് ഫോർ ഇറ്റ്. വെൻ യു ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ യു ലീവ് ഓർ ഗ്രോ ആൻഡ് ഇവോൾവ് ബൈ യുവർ സെൽഫ്. നിങ്ങൾക്ക് ഇവോൾവ് ചെയ്ത് വരാൻ സാധിക്കും. അതാണ് സാറ് പറഞ്ഞത്. അപ്പൊ ലൈഫ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫ് ഓർ എക്സിസ്റ്റൻസ് എന്നാണ് അതിന് പറയുന്നത്. നിലനിൽപ്പാണ്. കാരണം ലൈഫ് ഉണ്ടെങ്കിലേ നമുക്ക് നിലനിൽക്കാനൊക്കെ ഉള്ളു. ഏത് ജീവജാലത്തിനും ലൈഫ് ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കാനൊക്കെ ഉള്ളു. അപ്പൊ ആദ്യം നമുക്ക് ഏറ്റവും പ്രൈം ഇമ്പോർട്ടൻസ് ഓഫ് ഈ ജീവജാലങ്ങൾ, ഏത് ജീവജാലത്തിന്റെയും പ്രൈം ഇമ്പോർട്ടൻസ് എക്സിസ്റ്റൻസ് ആണ് ഓർ ലൈഫാണ്. ഉദാഹരണം, ഇപ്പൊ ഒരു ഷൈനി രണ്ട് പെൺകുട്ടികളുമായിട്ട് ട്രെയിനിന്റെ മുമ്പ് ചാടിയ ആ കേസിലെന്ന് പറയുന്നത് ആ പേഷ്യന്റിന് ലൈഫ് വേണ്ട എന്നുള്ള പുള്ളിക്കാരി ഒരു ഡിസിഷൻ എടുത്തുകൊണ്ടാണ് ആ പ്രശ്നം വന്നത്. പുള്ളിക്കാരി എന്ന BSc നഴ്സിംഗ് എടുത്ത ഒരു പെൺകുട്ടിയാണ്. എന്നിട്ട് പോലും ആ രണ്ട് പെൺകുട്ടികളെയും വലിച്ചെടുത്തോണ്ടാണ് പോകുന്നത്. ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുന്നത് രാവിലെ എടുത്തോണ്ട് പോകുന്നു. അപ്പൊ അത്രയും ആ ലൈഫിനോട് വെറുത്തോണ്ടാണ് അത് എക്സിസ്റ്റൻസ്. എനിക്ക് എൻ്റെ നിലനിൽപ്പ് വേണ്ട, എൻ്റെ രണ്ട് കുട്ടികളുടെ നിലനിൽപ്പ് വേണ്ട. അവിടെ നമുക്ക് റൂബ്രിക് എടുക്കാമായിരുന്നു. ഞാൻ റൂബ്രിക്കിലോട്ടാണ് അപ്പോഴും പോയത്. ഇൻസാനിറ്റി, സൂയിസൈഡൽ ഡിസ്പോസിഷൻ വിത്ത് ഇൻസാനിറ്റിയാണ്. അതൊരു ഭ്രാന്ത് പോലെയാണ് ആ പെൺകുട്ടിക്ക് വന്നത്. അവിടെ എന്നാ ഞാൻ വെറേറ്റർ ആൽബ് ഹൈ പൊട്ടൻസി ഒന്ന് കുടഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ആ പേഷ്യന്റെ ആ മനസ്സ് ഞാൻ ആലോചിക്കുന്നു. കാരണം അവിടെ നമ്മുടെ ആ ഒരു മനസ്സിന്റെ ഇത് ഹോമിയോപ്പതി അവിടെ അവരുടെ സ്വഭാവം മനസ്സിൽ നിന്ന് ആ ടെൻഷനിൽ നിന്ന് മാറാൻ സാധിക്കുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് വേറൊരു കേസുണ്ട്, ഓട്ടോഇമ്യൂൺ ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് കേസില്. അത് ഞാൻ ഇപ്പൊ ഒരു 6 മാസമായിട്ട് വരുന്നുണ്ട് കേസ്. അത് തൈറോയിഡ് സ്വെല്ലിംഗ് ആയിട്ട് വന്നിട്ട് എല്ലാം കൂടുതലാണ്. ഇതിന്റെ ഓട്ടോഇമ്യൂൺ തൈറോയിഡൈറ്റിസ് ആയിട്ട് തന്നെയാണ് അത് നിൽക്കുന്നത്. അപ്പൊ ആ കേസില് അതിന്റെ കഴിഞ്ഞ തവണ അതിന്റെ HB എന്ന് പറഞ്ഞ 6 gram% ആണ്. ഞാൻ അതിശയിച്ചു പോയി. 6 ആയോ, എന്താ കാര്യം? അപ്പൊ അതിന്റെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നോക്കിയപ്പോഴത്തേക്ക് RDW എന്ന് പറഞ്ഞാൽ റെഡ് ബ്ലഡ് സെല്ലിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് CV എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസ് വിഡ്ത്ത് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കണം അതിന്റെ ബോൺ മാരോ തന്നെ RBC പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എന്തോ അതിന് വേണ്ട, ന്യൂട്രീഷൻ വേണ്ട,
എനിക്ക് മരിച്ചാൽ മതി എന്നുള്ള തോന്നൽ വന്നെങ്കിൽ മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഉള്ള RBC അങ്ങ് വിട്ട് വലുതാകാൻ തുടങ്ങി. അപ്പൊ അത് എന്താണെന്ന് എനിക്ക് പെട്ടെന്ന് ഭയങ്കര പേടി തോന്നി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? ഇദ്ദേഹത്തിന് ജീവിതമേ വേണ്ട എന്നുള്ള ഒരു ഇത് വന്നല്ലോ, എന്താണ് പ്രശ്നം? അത് പറഞ്ഞെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. കാരണം ഇല്ലെങ്കിൽ ഇത് ഓട്ടോഇമ്യൂൺ ഡിസീസ് വന്ന് ക്യാൻസറിലോട്ടൊക്കെ പോകാൻ, ബോൺ ക്യാൻസറിലോട്ടൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ് പ്രശ്നം? അപ്പോഴത് ആ കുട്ടിയുടെ 20ാമത്തെ വയസ്സിൽ അതിന്റെ ഭർത്താവ് റോഡ് ആക്സിഡന്റിൽ മരിച്ചുപോയി. അപ്പൊ 18ാമത്തെ വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ച് 19ാമത്തെ വയസ്സിൽ കുട്ടിയുണ്ടായി, ഒരു പെൺകുട്ടിയാണുള്ളത്. 20ാമത്തെ വയസ്സിലാണ് ഹസ്ബൻഡ് മരിക്കുന്നത്. അതിനുശേഷം കല്യാണം കഴിച്ചിട്ടില്ല. അന്ന് തൊട്ടേ ഈ ഇമോഷണലി അതിന് ജീവിക്കണമെന്നുള്ള തോന്നല് വരാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതൊരു കട നടത്തുകയാണ്, ഒരു ഫാൻസി കട നടത്തുകയാണ്. അപ്പൊ അതിന് ജീവിതത്തോട് തന്നെ ഒരു നൈരാശ്യം തോന്നുന്നു. കാരണം എനിക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എല്ലാവരും പറയുന്ന, ഇന്നലെ വനിതാ ദിനമായിരുന്നു, എന്നിട്ടും സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളെ കുത്തി നോവിച്ച് താഴ്ത്തി കെട്ടുന്നത്. കാരണം ആ പെൺകുട്ടി പറയാണ്, സ്വന്തം അയൽക്കാര് പിന്നെ ഭർത്താവിന്റെ ആൾക്കാര് എല്ലാം പറയുന്നത്, ഞാൻ കൊള്ളരുതാത്തവളായത് കൊണ്ടാണ് എന്റെ ഭർത്താവ് റോഡ് ആക്സിഡന്റിൽ മരിച്ചത്. ഞാൻ എന്ത് ചെയ്തു ഡോക്ടർ? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് എന്റെ ചുറ്റുമുള്ള അയൽക്കാര് എന്നെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, എന്റെ മകളെയും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. മകൾക്ക് വയസ്സുണ്ട്. ഇപ്പൊ ആ പെൺകുട്ടിക്ക് 40 വയസ്സ്, ആ കുട്ടിക്ക് 18 വയസ്സായി. അപ്പൊ ഞങ്ങള് രണ്ടുപേരെ ആളുകൾ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് അവിടെ ആരൊക്കെ വരുന്നു, ആരൊക്കെ പോകുന്നു. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും അങ്ങ് മരിക്കാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല ഡോക്ടർ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, മോളെടുത്ത് പറഞ്ഞ് നമുക്ക് മരിക്കാൻ മോളെ എന്ന് പറഞ്ഞ് ഈ ഫാൻഡില് ഇത് തുണിയൊക്കെ കെട്ടി മരിക്കാനായിട്ടുള്ള ഇതപ്പ മോള് പറഞ്ഞ പറ്റൂല, എനിക്ക് മരിക്കാൻ ആഗ്രഹമില്ല, എനിക്ക് പറ്റൂല. അമ്മ എന്തിനാ അവരൊക്കെ പറയുന്ന വിശ്വസിക്കുക? അമ്മയെ പറ്റി, അമ്മയുടെ മനസ്സിനെ പറ്റി അമ്മയ്ക്ക് അറിഞ്ഞൂടെ? പിന്നെ എന്തിനാ അവരെ എന്തിനാ പേടിക്കുന്നത്? സ്ത്രീകളെ പേടിക്കുന്ന ആൾക്കാരെ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുകയാണ് ചെയ്തതെന്ന്. അത് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. അപ്പൊ അത് ഞാൻ റൂബ്രിക്കായിട്ട് എടുത്തു. കിൽ, ഡിസയർ ടു കിൽ, ഇമ്പൾസ് ടു ഡിസയർ ടു കിൽ, സൂയിസൈഡ് ബൈ സൂയിസൈഡ് എന്നുള്ള റൂബ്രിക് ഉണ്ട്. ഇതും എടുത്ത് അതിന്റെ ഓട്ടോഇമ്യൂൺ തറച്ച് നേരത്തെ എടുത്ത റൂബ്രിക് എല്ലാം കൂടെ വെച്ചിട്ട് നാജയാണ് വന്നത്. അപ്പൊ നാജ 200 ഇന്ന് ആ പേഷ്യന്റ് വന്നെന്ന് ഞാൻ നാജ 200 കൊടുത്തു വിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ശരിയാകും, ഇദ്ദേഹം പേടിക്കണ്ട. ഞാൻ പറഞ്ഞു നമ്മളുടെ മനസ്സിന് കുറച്ച് ധൈര്യം വരിക. ഞാൻ ഈ മെഡിസിൻ ധൈര്യം വരാനായിട്ടാണ് തന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ധൈര്യം വരും, ഇദ്ദേഹത്തിന്റെ HB കൂടും, ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടേക്കുകയാണ്. അതാണ് അവിടെ നമ്മുടെ ലൈഫ്, എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ അത് പറയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. അത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ, ഒരു കുഞ്ഞ് വയറ്റിനകത്ത് ജനിക്കുമ്പോൾ എഗ്ഗ് ഇത് കുഞ്ഞായിട്ട് വരുമ്പോൾ മനുഷ്യ കുഞ്ഞാണോ എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി. അതൊരു മനുഷ്യ കുഞ്ഞാണോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതല്ലെങ്കിൽ കൺഫ്യൂഷൻ ഓഫ് മൈൻഡ്, ഐഡന്റിറ്റി കൺഫ്യൂഷൻ ഉണ്ടായിക്കളെ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അടുത്ത താഴെ ലെവലോട്ടാണ് വരുന്നത്. താഴെ ലെവൽ എന്ന് പറഞ്ഞാൽ ആ എഗ്ഗ് വന്നിട്ട് ആദ്യത്തെ 3 മാസം സ്ട്രക്ചർ മൊത്തമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ലൈഫ് അപ്പൊ വരത്തില്ല. ലൈഫ് വരുന്ന 3 മാസം കഴിഞ്ഞിട്ടേ ലൈഫ് വരുവുള്ളൂ. അടുത്തതെന്ന് പറഞ്ഞാൽ അതിന്റെ സെക്സിനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. പെണ്ണാണോ ആണാണോ. സെക്ഷൽ ഐഡന്റിറ്റി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇപ്പൊ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. അവരുടെ സെക്ഷൽ ഐഡന്റിറ്റി കോൺഫ്ലിക്റ്റ് ആണ് അവർക്ക് എപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണ് അവരിങ്ങനെ മാറിപ്പോകുന്നത്. അവരുടെ നമുക്ക് എടുക്കാവുന്ന ഡെലൂഷൻ, ഐഡന്റിറ്റി, എറേഴ്സ് ഓഫ് പേഴ്സണൽ ഐഡന്റിറ്റി എന്നുള്ള റൂബ്രിക് എടുത്തിട്ട് അവർക്ക് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവുമെന്നാണ്. പിന്നെ ബാക്കി അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനും സെൻസിറ്റിവിറ്റിയും എല്ലാം നോക്കിയിട്ട് മെഡിസിൻ കൊടുക്കുക. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ സ്പൈനൽ കോഡാണ്. സ്പൈനൽ കോഡാണ് നമുക്ക് നിവർന്നു നിൽക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അപ്പൊ സ്പൈനൽ കോഡിലാണ് നമ്മുടെ ബാലൻസ് ചെയ്യിക്കുന്നത്. നമുക്ക് നിവർന്നു നിന്ന് നടക്കാനുള്ള ബാലൻസ് വേറെ ആരും നടക്കുന്നില്ല. ചിമ്പൻസി പോലും കൂനിയാണ് നടക്കുന്നത്. പക്ഷെ മനുഷ്യൻ മാത്രമാണ് നേരെ നിവർന്നു നടക്കുന്നത്. ദാറ്റ് ഈസ് ആ സ്പൈനൽ കോഡ് അത്രയും നേരെ നിൽക്കുന്നതുകൊണ്ടാണ്. ആ സ്പൈനൽ കോഡാണ് സൈഡ് ആക്സിസ് ഡിഫൈൻ ചെയ്യുന്നത്.
സെൻട്രൽ ആക്സിസ് ആയിട്ടുള്ള സ്പൈനൽ കോഡാണ് ഡിവൈഡ് ദ എഗ് ഇൻറ്റു 2 ഹാഫ്സ് ആയിട്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ റൈറ്റ് ആൻഡ് ലെഫ്റ്റിൽ വെച്ചിട്ടാണ് നമ്മൾ അത് നമ്മുടെ എംബ്രിയോണിക് ഡെവലപ്മെന്റ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ റൈറ്റ് സൈഡഡ് ഡിസീസും റൈറ്റ് ഹാൻഡഡ് ഫെലോയും ലെഫ്റ്റ് ഹാൻഡഡ് ഫെലോയും വെച്ചിട്ടോ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അത് ജർമ്മൻ ന്യൂ മെഡിസിൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഓരോ സിസ്റ്റത്തിനെയും ജനറൽ ആയിട്ട് ഹനുമാൻ തന്നെ പറയുന്നുണ്ട്, നമ്മൾ എപ്പോഴും ഡിസീസിലോട്ട് പോകേണ്ട, അല്ലെങ്കിൽ നമ്മുടെ നോർമലി ആയിട്ടുള്ള ഏത് പഠനത്തിനും ആദ്യം ജനറാലിറ്റി അറിയണം, അത് കഴിഞ്ഞ് പർട്ടിക്കുലറിലോട്ട് പോകാവൂ. ആദ്യം ജനറൽ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ മൗത്ത് ടു ത്രോട്ട് വരെ, വാ തൊട്ട് ത്രോട്ട് വരെ ആണെങ്കിൽ നമുക്ക് റൈറ്റും ലെഫ്റ്റും ആയിട്ട് തിരിക്കുന്നത് അവിടെ ബ്രെയിൻ സ്റ്റെമ്മിൽ നിന്നാണ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. ഡൈജസ്റ്റീവ് സിസ്റ്റം മൊത്തം ബ്രെയിൻ സ്റ്റെമ്മിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അവിടെ ഈ റൈറ്റ് ടു ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ ഇല്ല. ഡിവിഷൻ ഇല്ലാത്തത് കൊണ്ട് അവിടെ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡ് ഓഫ് ദി മൗത്ത് ടു ത്രോട്ട് എന്ന് പറഞ്ഞാൽ നോട്ട് ബീയിങ് ഏബിൾ ടു ക്യാച്ച് എ മോർസൽ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് വിഴുങ്ങി ഇതായിപ്പോയി, കഴിച്ചുപോയി. അപ്പൊ അതിനെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല, അയ്യോ അത് പോയല്ലോ, കഴിച്ചു പോയല്ലോ എന്നുള്ള ദാറ്റ് നോട്ട് ബീയിങ് ഏബിൾ ടു ക്യാച്ച് ദാറ്റ് എന്നത്, അല്ലെങ്കിൽ ഇൻഗോയിങ് മോർസൽ എന്നാണ് അത് അറിയുന്നത്, ആ കോൺഫ്ലിക്റ്റിനെ അറിയുന്നത്. നോട്ട് ഏബിൾ ടു സോളോ, നോട്ട് ബീയിങ് ഏബിൾ ടു സോളോ എ മോർസൽ. അത് വരുമ്പോഴത്തേക്ക് ഫാരിങ്സിൽ നിന്ന് ഈസോഫാഗസിന്റെ അപ്പർ 1/3 വെച്ചിട്ടാണ് അത്രയും പറയുന്നത്. അപ്പൊ ആ മോർസൽ കോൺഫ്ലിക്റ്റ് അവിടെ സോളോ ചെയ്യാൻ പറ്റാത്ത മോർസൽ കോൺഫ്ലിക്റ്റ് റൈറ്റ് സൈഡ് ആണെങ്കിൽ, ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ആ പാട്ടിന്റെ ലെഫ്റ്റ് സൈഡ്, ഇപ്പൊ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ മൗത്ത് അല്ലെങ്കിൽ ഫാരിങ്സ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ മൗത്ത് ആണ് ഔട്ട് ഗോയിങ് മോർസൽ ആണ്. ദാറ്റ് ഈസ് ഞാനൊന്ന് വിഴുങ്ങിയതിനാ, എനിക്ക് ഇഷ്ടമില്ലാത്തതിനാണ് ഞാൻ എടുത്തത്, അതിന് ഐ ആം നോട്ട് ഏബിൾ ടു എലിമിനേറ്റ് ഇറ്റ്, അതിനെ എനിക്ക് വെളിയിൽ കള്ളാൻ പറ്റുന്നില്ല. ഈ തൈറോയ്ഡ് ഡിസീസും പാരാതൈറോയ്ഡ് ഡിസീസും എല്ലാം ഇതിനകത്താണ് വരുന്നത്. റൈറ്റ് സൈഡത്തെ തൈറോയ്ഡ് ഡിസീസ് ആണെങ്കിൽ അവിടെ ഇൻഗോയിങ് മോർസൽ ആണ്. ലെഫ്റ്റ് സൈഡത്തെ തൈറോയ്ഡ് പാരാതൈറോയ്ഡ് ഡിസീസ് ആണെങ്കിൽ അത് വരുന്നത് ഔട്ട് ഗോയിങ് മോർസൽ ആണ്. ദാറ്റ് ഈസ് ഐ കുഡ് നോട്ട് ഏബിൾ ടു റിലീസ് അല്ലെങ്കിൽ എലിമിനേറ്റ് ദാറ്റ് മോർസൽ എന്നുള്ളതാണ് വരുന്നത്. അതുപോലെ തന്നെ നേസോഫാരിങ്സിനും അവിടെ അങ്ങനെ തന്നെയാണ് വരുന്നത്. അവിടെ സെന്റ് മോർസൽ ആണ്. അവിടെ റൈറ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ മണം സ്വീകരിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഇഷ്ടപ്പെട്ട മണമല്ല, അല്ലെങ്കിൽ ഒരു പുരുഷൻ അവരെ അറ്റാക്ക് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടമില്ലാതെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മണം ഞാൻ ഇഷ്ടപ്പെടാത്ത മണമാണ്. അപ്പോൾ ആ റൈറ്റ് മൂക്ക് കംപ്ലീറ്റ് ബ്ലോക്ക്ഡ് ആകും, എനിക്കിനി ആ മണമേ വേണ്ട, അല്ലെങ്കിൽ സ്മെല്ലേ അറിയണ്ട, അവിടെ കംപ്ലീറ്റ്ലി ലോസ് ഓഫ് സ്മെല്ല് വരും. അതുപോലെ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ഈ ആവശ്യമില്ലാത്തതിനെ ഞാൻ എലിമിനേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല, പോളിപ്പായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ സ്മെൽ ലോസോ ഉണ്ടാകാം. അതേസമയം GI ട്രാക്റ്റിനെ ആണെങ്കിൽ അവിടുത്തെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇൻഡൈജസ്റ്റബിൾ ആങ്കർ ആയിരിക്കും. എന്നാൽ ലോവർ 2/3 ഓഫ് ദി ഈസോഫാഗസ് തൊട്ട് ഏനസ് വരെയും വരുന്നത് ഇൻഡൈജസ്റ്റബിൾ ആങ്കർ അല്ലെങ്കിൽ ഇൻഡിഗ്നേഷൻ അല്ലെങ്കിൽ സപ്രസ്ഡ് ആങ്കറിൽ നിന്നേ ഉണ്ടാവുള്ളൂ. ഇത് ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്, പക്ഷെ ഓരോ സ്പെസിഫിക്കിന് പ്രത്യേകം ഉണ്ട്. പിന്നെ ലങ് ആൻഡ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലാണെങ്കിൽ അവിടെ ഫിയർ കോൺഫ്ലിക്റ്റ് ആയിരിക്കും. കാരണം എയിൽമെന്റ്സ് ഫ്രം ഫ്ലൈറ്റ് ആയിരിക്കാം, എയിൽമെന്റ്സ് ഫ്രം ആംഗ്വിഷ് ആയിരിക്കാം, എയിൽമെന്റ്സ് ഫ്രം ഷോക്ക് ആയിരിക്കാം. ഇതൊക്കെ കൊണ്ട് നമ്മുടെ ലങ്സിനെയും അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെയും ബാധിക്കത്തുള്ളൂ. അതേസമയം കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനെ ആണെങ്കിൽ ഏതെങ്കിലും ഡിസീസ് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാർഡിയോവാസ്കുലർ സിസ്റ്റം എപ്പോഴും ലവ് ആൻഡ് ന്യൂട്രീഷൻ ആണ്. അപ്പൊ അവിടെ നമുക്ക് ഹാർട്ടിന് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന സ്നേഹം, അല്ലെങ്കിൽ ഞാൻ അവരെ സ്നേഹിക്കാൻ നോക്കിയിട്ട് അവര് എന്നോട് എന്തോ വിരോധമുണ്ട്, അതുകൊണ്ട് എനിക്ക് അവരുടെ സ്നേഹം കിട്ടുന്നില്ല. അപ്പൊ കാർഡിയോ മയോപ്പതി ഉണ്ടാവും. അയ്യോ എനിക്ക് അവരുടെ സ്നേഹം വേണമായിരുന്നല്ലോ, സ്നേഹം വേണമായിരുന്നു എന്ന് പറഞ്ഞ് വലുതാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ എന്തെങ്കിലും ബ്ലഡ് വെസലിന് വേരിക്കോസ് വെയിൻ, വേരിക്കോസ് എന്ന് പറഞ്ഞാൽ എനിക്ക് യഥാർത്ഥ സ്നേഹം ഞാൻ ആഗ്രഹിച്ചല്ല കിട്ടിയത്, കപട സ്നേഹമാണ് കിട്ടിയത്, എനിക്ക് ആ കപട സ്നേഹം വേണ്ട, അതുകൊണ്ട് അത് അവിടെ ബ്ലോക്ക് ചെയ്തങ്ങ് നിർത്തും.
ഇതൊക്കെ ആ ന്യൂട്രീഷൻ എനിക്ക് വേണ്ട എന്നുള്ളതാണ്. അതേസമയം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനാണെങ്കിൽ കോൺഫ്ലിക്റ്റ് വരുന്നത് ഹെഡ് ഓഫ് ദി ഫാമിലി ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ബോസ് ഓഫ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ബോസ് ഓഫ് ദി അതോറിറ്റിയുടെ ബോസുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് വന്നെങ്കിൽ മാത്രമേ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആണ്. അവരുടെ റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷൻ ശരിയായിട്ട് നടക്കുന്നില്ല. അത് ശരിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല, നെർവസ് സിസ്റ്റം മൊത്തമായിട്ട് വരികയാണ്. അതേസമയം സെൻട്രൽ നെർവസ് സിസ്റ്റം ബ്രെയിനിനാണ് വരുന്നതെങ്കിൽ എന്ത് വന്നാലും, മൈഗ്രെയിൻ ആയാലും ഏതായാലും, മൈഗ്രെയിൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്, അത് വരണമെങ്കിൽ എനിക്ക് അങ്ങനത്തെ സ്നേഹം വേണ്ട, അതിനെ ഞാൻ റിജക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സ്നേഹം എന്നെ ഒരുപാട് തളർത്തുന്നു എന്നുള്ള ഫീലിംഗ് വന്നെങ്കിൽ ഈ ആസ് വെൽ ആസ് ദേഷ്യവും കൂടെ ഉണ്ടായിരിക്കും അവിടെ. അതേസമയം കിഡ്നീസിലാണ് ഞാൻ ബാധിക്കുന്നതെങ്കിൽ, കിഡ്നിക്ക് എന്തെങ്കിലും ഡിസീസ് വരികയാണെങ്കിൽ കിഡ്നിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, പാരങ്കൈമ ആൻഡ് റീനൽ ട്യൂബ്യൂൾസ് ആയിട്ട്, ഇന്റർസ്റ്റീഷ്യൽ ട്യൂബ്യൂൾസ് ആയിട്ട്. അതിൽ പാരങ്കൈമയുടെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് സർവൈവൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് കോൺഫ്ലിക്റ്റ് ആണ്. ഇപ്പൊ പറഞ്ഞ ലൈഫ് പറഞ്ഞ പോലെ തന്നെ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെയാണ് അരിപ്പ നടക്കുന്നത്. നെഫ്രോൺസ് അടിച്ചടിച്ച് വേസ്റ്റിനെ വെളിയിൽ കളയുന്നു, നല്ലതിനെ സ്വീകരിക്കുന്നു. അവിടെ ആ വേസ്റ്റിനെ വെളിയിൽ കളയാൻ പറ്റുന്നില്ല, അത് അവിടെ കെട്ടി നിൽക്കുന്നു. അതിൽ ഞാൻ മുങ്ങി താഴുകയാണ്, എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഈ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് മൈൻഡിൽ ഉണ്ടായെങ്കിൽ മാത്രമേ പാരങ്കൈമയെ ബാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് വന്നെങ്കിൽ. അതേസമയം ഇന്റർസ്റ്റീഷ്യൽ ട്യൂബ്യൂൾസിനെയാണ് ബാധിക്കുന്നതെങ്കിൽ അബാൻഡൻഡ് ഫീലിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഫോർസേക്കൺ ഫീലിംഗ് ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള തോന്നൽ വരുമ്പോ അവിടെ മൂത്രം പോകാതെ കെട്ടി നിൽക്കും. ദാറ്റ് ഈസ് ആണ് അവിടെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ ഇൻസെക്യൂർ ഫീലിംഗ് ആണ് അവിടെ വരുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന്, ഏറ്റവും ലാർജസ്റ്റ് ഓർഗൻ എന്ന സ്കിന്നാണ്. സ്കിന്നിന്റെ എന്ന് പറയുന്നത് എപ്പോഴും പ്രൊട്ടക്റ്റീവ് മെക്കാനിസം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നമ്മുടെ ബിറ്റ്വീൻ നമ്മുടെ ഫാമിലി, റിലേഷൻഷിപ്പ് ഓഫ് ദി ഫാമിലിയിൽ വരുന്ന കോൺഫ്ലിക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് വിത്ത് ചിൽഡ്രൻ ഓർ ഫ്രണ്ട്സ് ഓർ എനിത്തിങ്, ആരെങ്കിലും അറ്റാച്ച്മെന്റിൽ വരുന്ന കോൺഫ്ലിക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ റിലേഷൻഷിപ്പിൽ വരുന്ന ഫ്രിക്ഷനിൽ നിന്ന് സ്കിന്നിന് ഏത് കംപ്ലൈന്റും വരുള്ളൂ. ഇനി ഞാൻ ഒന്ന് PCOD പറ്റി അത് ഒരു ഇതായിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു. കാരണം അതിന്റെ എവല്യൂഷൻ ഓഫ് PCODയുടെ ഇവല്യൂഷൻ നമുക്കൊന്ന് പഠിക്കാം. PCOD ഇഷ്ടം പോലെ കേസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് അണ്ടർസ്റ്റാൻഡിങ് എവല്യൂഷൻ ഓഫ് PCOD. നമുക്ക് ആദ്യം PCODയുടെ എവല്യൂഷൻ, എന്തുകൊണ്ടാണ് PCOD ഉണ്ടാകുന്നത്, അതിനാദ്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഇവാലുവേഷൻ ഓഫ് PQR സിംറ്റംസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ PQR സിംറ്റംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ദ ടോട്ടാലിറ്റി ഓഫ് സിംറ്റം ഇൻ ഇൻഡിവിജ്വലൈസേഷൻ ടോട്ടാലിറ്റി ഓഫ് സിംറ്റം ഏതൊക്കെ എടുക്കണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ഇമോഷണൽ പതോളജി ഓഫ് PCODയുടെ ഇമോഷൻസ് കൊണ്ടുണ്ടാകുന്ന പതോളജി എന്താണെന്നും അറിഞ്ഞിരിക്കണം. അണ്ടർസ്റ്റാൻഡിങ് ദ സ്ട്രഗിൾ വിത്ത് ഐഡന്റിറ്റി ഓഫ് ദി ഫീമെയിൽ ആൻഡ് കോൺഫ്ലിക്റ്റ്. ആ ഫീമെയിൽ കോൺഫ്ലിക്റ്റിന് വരുന്ന ഐഡന്റിറ്റി കോൺഫ്ലിക്റ്റിന് വരുന്ന സ്ട്രഗിൾ ആണ് ഈ PCOD ഉണ്ടാക്കുന്നത്. ഉദാഹരണത്തിന് ഒരു ഗേൾ വിത്ത് PCOD ആണെങ്കിൽ ഫസ്റ്റ് വി മസ്റ്റ് തിങ്ക് ഓഫ് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ഐ വോണ്ട് ലിബർട്ടിനിസം, എനിക്ക് സ്വാതന്ത്ര്യം വേണം, എനിക്ക് സ്ത്രീ ആയിരിക്കുന്നുണ്ട് എന്റെ സ്വാതന്ത്ര്യം മൊത്തം നഷ്ടപ്പെട്ടു, അതുകൊണ്ട് എനിക്ക് കുഞ്ഞിലെ തൊട്ട്, അത് അമ്മയുടെ നിന്ന് വരുന്നതായിരിക്കാം ചിലപ്പോൾ. ഐ വോണ്ട് ലിബർട്ടിനിസം ഓർ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഫാമിലി. ഏതെങ്കിലും ഒരു ഫാമിലി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണമെങ്കിൽ വേറെ ആരുമില്ല, എൻ്റെ അച്ഛൻ കുടിയനാണ്, അപ്പൊ എനിക്കാണ് എൻ്റെ ഫാമിലിയെ നോക്കാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി വേണമെന്ന് തോന്നിയിട്ട് അങ്ങനെ വേണമെങ്കിലും PCOD ഉണ്ടാകാം. ബോഡി എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ഓഫ് മൈൻഡ് ആണ്. ബോഡിയിൽ ഏത് ഡിസീസ് വന്നാലും ദാറ്റ് ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് മൈൻഡ് ആണ്. ബോഡിലി ഡിസീസ് ഷോസ് വാട്ട് ഈസ് ദ എക്സാക്ട് അറേഞ്ച്മെന്റ് ഓഫ് മൈൻഡ്. ബോഡി ഡിസീസ് നോക്കിയിട്ട് നമുക്ക് പറയാം എന്ത് അറേഞ്ച്മെന്റ് ആണ് മൈൻഡിൽ വന്നേക്കുന്നത്. വാട്ട് എവർ വിസിബിൾ ഓൺ ദ ബോഡി ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് മൈൻഡ്. They are mathematically related to both mind and body. ഇത് മാത്തമാറ്റിക്സ് ആണ്, തനിമാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹോമിയോപ്പതി മാത്തമാറ്റിക്സ് ആണ്.
അപ്പൊ മൈൻഡിന് എന്ത് ഡെറേജ്മെന്റ് വരുന്നത് അതായിരിക്കും റിഫ്ലക്റ്റഡ് ഓൺ ദ ബോഡി ആസ് എ ഡിസീസ് ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ സിംറ്റംസ് ആർ നോട്ട് ഓൺലി ദ ടോട്ടാലിറ്റി ഓഫ് സിംറ്റം ബട്ട് ദ സെൻസിറ്റിവിറ്റി ഓഫ് ദ പേഷ്യന്റ് നമ്മൾ നോക്കിയിരിക്കണം. ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ആസ് വെൽ ആസ് സസെപ്റ്റബിലിറ്റി ഓഫ് ദി പേഷ്യന്റ്, ഏത് പാർട്ടിലാണ് സസെപ്റ്റബിലിറ്റി വരുന്നത്, പിന്നെ ഇൻഡിവിജ്വലൈസേഷൻ. ഇത്രയും 3 കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഡിസീസിന്റെ PQRS സിംറ്റംസ് എടുക്കാനുള്ളൂ. പിന്നെ റിയാക്ഷൻ ഓഫ് എ പേഷ്യന്റ് ആണ് മ്യാസം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇപ്പൊ ലിബർട്ടിനെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിയാക്ഷൻ ഓഫ് ദാറ്റ് പേഷ്യന്റ്. അല്ലെങ്കിൽ ഇൻജസ്റ്റിസ് ആണ്, ഐ കനോട്ട് ടോളറേറ്റ് ദിസ് ഇൻജസ്റ്റിസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ റിയാക്ഷൻ ഓഫ് ദ പേഷ്യന്റ്. അല്ലെങ്കിൽ hatred to that man, that is the reaction, that is myasam, that is the sensitivity of the patient, as well as the constitution and individual type of the patient is very important. അതുകൊണ്ടാണ് ഹോമിയോപ്പതി is based upon trinity of mind, body and spirit. ഈ 3 എണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ, ഇമോഷൻസും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹോമിയോപ്പതി വഴി ട്രീറ്റ് ചെയ്യാനൊക്കെ. ഇനി ഏത് ഡിസീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ഈ PCOD കേസിൽ നമ്മൾ ഐദർ റൈറ്റ് ഫ്രം ദ വൂംബ് ഓഫ് ദി മദറിൽ നിന്നായിരിക്കാം. അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴായിരിക്കും PCODയുടെ ഇത് ഉണ്ടാകാനുള്ള റൂട്ട് കോസ് വരുന്നത്. അല്ലെങ്കിൽ ട്രാൻസ്ഫേർഡ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ, അമ്മയുടെയോ അച്ഛൻ്റെയോ ആ ജനറേഷനിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത് ഹനുമാൻ തന്നെ 83-ൽ പറയുന്നുണ്ട്. ഓർ അതർ കോസസ്. ഇനി വാട്ട് ഈസ് ദ റോൾ ഓഫ് എ ഫീമെയിൽ? ഇന്നലെ വനിതാ ദിനമായിരുന്നല്ലോ. അപ്പൊ ആ ഒരു ഫീമെയിലിന്റെ റോൾ എന്തൊക്കെയാണ്? ഐഡന്റിറ്റി ഓഫ് എ മെയിൽ ഓർ ഫീമെയിൽ. ഞാൻ ഫീമെയിൽ ആണോ മെയിൽ ആണെന്നോ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. റിക്കഗ്നേഷൻ ഇൻ ദ സൊസൈറ്റി. എനിക്ക് സൊസൈറ്റിയിൽ ഞാനൊരു ഫീമെയിൽ ആണെങ്കിൽ എനിക്ക് അതിനുള്ള ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഡിഫറെന്റ് റോൾസ് ലൈക്ക് ആ കുട്ടി ഒരു ഫീമെയില് ജനിക്കുമ്പോഴേ ആദ്യം ഡോട്ടറായിട്ട് ജനിക്കുന്നു, അത് കഴിഞ്ഞ് അതിന് സിബ്ലിങ്സ് വരുന്നു, അത് കഴിഞ്ഞ് അത് അഡോളസെന്റ് ആവുന്നു, പിന്നെ അഡൽട്ട് ആവുന്നു, പിന്നെ വൈഫ് ആകുന്നു, പിന്നെ മദർ ആവുന്നു, പിന്നെ മദർ ഇൻ ലോ ആകുന്നു, പിന്നെ ഗ്രാൻഡ് മദർ ആകുന്നു. ഇത്രയും റെസ്പോൺസിബിലിറ്റി ആണ് ഒരു ഫീമെയിലിനുള്ളത്. ഫ്രം ബർത്ത് ടു ഡെത്ത് വരെ ഇത്രയും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ ആ റെസ്പോൺസിബിലിറ്റി ഫീമെയിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക. വാല്യൂസ്, അതുപോലെ വാല്യൂ ഓഫ് ദി ഫീമെയിലിന്റെ വാല്യൂ എന്താണെന്നും അറിയാൻ സാധിക്കും വേണം. ഇനി PCODയുടെ ഫിസിയോളജി എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാൽ ഞാൻ വന്ന് സ്പീഡിന് പറഞ്ഞു പോകാം. ആദ്യം പ്രീ മെൻസ്ട്രൽ സിംറ്റം, ലൂട്ടിയൽ ഫേസ് എന്നാണ് പറയുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ ഈസ്ട്രജൻ ലെവൽ വളരെ ഹൈ ആയിരിക്കും. കാരണം ഈസ്ട്രജൻ FSH പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഹൈപ്പോതലാമസ് എന്ന് ആദ്യം ഞാൻ അത് വേണമെങ്കിൽ പറയാം. ഹൈപ്പോതലാമസ് എന്ന് ഹൈപ്പോതലാമസ് റിലീസസ് ഗൊണാഡോട്രോപിക് റിലീസിങ് ഹോർമോൺ റിലീസ് ചെയ്യും. എന്നിട്ട് അത് സ്റ്റിമുലേറ്റ്, ആന്റി പിറ്റ്യൂട്ടറി സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് FSH സ്റ്റിമുലേറ്റ് ചെയ്യും. അത് സ്റ്റിമുലേറ്റ് ദ ഓവറി ടു റിലീസ് ഈസ്ട്രജനെ റിലീസ് ചെയ്യാനായിട്ട് സഹായിക്കും. To nurture the or to develop the endometrium of the uterus, formulated to form bed for the egg. എഗ്ഗിന് ബെഡായിട്ട് അത് നർച്ചർ ചെയ്ത് വലുതാക്കി എൻഡോമെട്രിയത്തെ കൊണ്ടുവരും. അതാണ് അതിന്റെ ജോലി. അത് കഴിഞ്ഞാൽ ഫോളോഡ് ബൈ LH പ്രൊഡ്യൂസ് ചെയ്യും. അത് ഫ്രം ദ ആന്റീരിയർ പിറ്റ്യൂട്ടറി സ്റ്റിമുലേറ്റ് ദ ഓവം ടു മെച്ചുവർ. ഇത് രണ്ടും സഹായിക്കുന്ന മെച്ചുവർ ദ ഓവം. as well as AMH കൂടെ ഉണ്ട്, ആന്റി മുള്ളേറിയൻ ഹോർമോൺ കൂടെ മെച്ചുവർ ദ ഓവം ടു റിലീസ്. ഈ LH ആണ് റിലീസ് ചെയ്യുന്ന പ്രോജെസ്ട്രോൺ ടു ഹെൽപ്പ് കോർപ്പസ് ലൂട്ടിയം ടു ഗ്രോ. കോർപ്പസ് ലൂട്ടിയം ആണ് ആദ്യത്തെ 2 ആഴ്ച എഗ്ഗിന് ന്യൂട്രീഷൻ കൊടുക്കുന്നത്. അപ്പൊ അത് ഗ്രോ ചെയ്യണം, പ്രോജെസ്ട്രോൺ വന്നെങ്കിലേ പറ്റുള്ളൂ. റിലീസ് ഓഫ് പ്രോജെസ്ട്രോൺ. എഗൈൻ റിലീസ് ഡെലിവറി ആവാറാകുമ്പോഴത്തേക്കും യൂട്രസ് കൺട്രാക്ട് ചെയ്യണം, ഓക്സിറ്റോസിനെ റിലീസ് ചെയ്യും. അപ്പൊ എപ്പോഴും മെൻസ്ട്രേഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഓൾ സെക്കൻഡറി സെക്സ്വൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കും തീർച്ചയായിട്ടും. അപ്പൊ ഈ PCOD കേസസ് വെൻ ടു ടേക്ക് മദേഴ്സ് ഹിസ്റ്ററി എപ്പോഴും എടുക്കണം ഡ്യൂറിങ് ഹർ പ്രഗ്നൻസി, വെൻ ടു ടേക്ക് ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി ആൻഡ് വെൻ ടു ടേക്ക് മെൻസ്ട്രൽ ഹിസ്റ്ററി എടുക്കണം.
എപ്പോഴാണ് എടുക്കേണ്ടത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന്റെ ഫിസിയോളജിയാണ് ഈ ലൂട്ടിയൽ ഫേസിൽ അല്ലെങ്കിൽ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം വരുന്നതിന് മെൻസസ് ആകുന്നതിന് മുന്നേ ആണെങ്കിൽ നമ്മൾ ഈസ്ട്രജൻ ലെവൽ ഏറ്റവും ഹൈയിലായിരിക്കും. പ്രോജസ്ട്രോൺ പതുക്കെ LH പ്രൊഡ്യൂസ് ചെയ്ത് പ്രോജസ്ട്രോൺ ഓവറിയിൽ നിന്ന് പതുക്കെ റിലീസായി വരുന്നതേ ഉള്ളൂ, പതുക്കെ റേസ് ചെയ്ത് വരും. Where in ovary the corpus luteum grows the ovary, whereas the mature egg was released at ovulation. അത് കഴിഞ്ഞാൽ മെൻസ്ട്രൽ സൈക്കിൾ, ഇത് ഓവുലേഷൻ നടന്നില്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ ആയിട്ടാണ് വരുന്നത്. ദാറ്റ് ഇസ് വേർ ദ പ്രോജസ്ട്രോൺ ലെവൽ ഡിക്രീസ് ചെയ്യും, ആസ് വെൽ ആസ് ഈസ്ട്രജൻ ലെവൽ ഡിക്രീസ് ചെയ്യുമ്പോൾ ഷെഡിങ് ഓഫ് ദി എൻഡോമെട്രിയം ഷെഡ് ചെയ്തു പോകും. അത് കഴിഞ്ഞാൽ വരുന്നത് ഫോളിക്കുലാർ ഫേസ് അല്ല, ഫോളിക്കുലാർ ഫേസ് ആണ് വരുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ FSH ഇൻക്രീസ് ചെയ്യും, കാരണം ഗോണഡോട്രോപിക് ഹോർമോൺ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് FSHനെ ആന്റിബയോട്ടിക്കിനെ റിലീസ് ചെയ്തിട്ട് ഈസ്ട്രോജൻ റിലീസ്ഡ് ഫ്രം ആസ് വെൽ ആസ് അവിടെ ടെസ്റ്റോസ്റ്ററോൺ കൂടെ റിലീസ് ചെയ്യും, ആസ് വെൽ ആസ് ആൻഡ്രോജൻ റിലീസ് ചെയ്യും. ഈ 3 ഹോർമോണും ഈ FSH വഴി ഈസ്ട്രോജൻ റിലീസ് ചെയ്യും, ടെസ്റ്റോസ്റ്ററോൺ റിലീസ് ലെവൽ റൈസ് ചെയ്യും, ആസ് വെൽ ആസ് ആൻഡ്രോജൻ ലെവലും റൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഓവുലേറ്ററി ഫേസ് ആകുമ്പോഴത്തേക്ക് പ്രോജസ്ട്രോൺ പതുക്കെ LH പ്രൊഡ്യൂസ് ചെയ്യും. LH വന്നിട്ട് പ്രോജസ്ട്രോൺ പതുക്കെ സ്ലോലി ഇൻക്രീസ് ചെയ്ത് കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്ന് പതുക്കെ റിലീസ് ചെയ്ത് വരും. ഈസ്ട്രജൻ ലെവൽ ഏറ്റവും മാക്സിമം ലെവലിലായിരിക്കും നിൽക്കുന്നത്, ഓപ്റ്റിമൽ ലെവലിലായിരിക്കുന്നത്. അപ്പൊ ഈ യൂട്രസ് സെക്രീറ്റ് പ്രോട്ടീൻസ് ഇൻ പ്രിപ്പറേഷൻ ഫോർ ദ ഫെർട്ടിലൈസ്ഡ് എഗ് ടു ഇംപ്ലാന്റ് ചെയ്യാനായിട്ട് പ്രിപ്പറേഷൻ നടക്കുകയാണ്. ഓവുലേഷൻ ഡൺ in 14 days of menstrual cycle, egg is released. ഇതാണ് നോർമൽ സൈക്കിള്. ഇവിടെ നമുക്ക് പറ്റുന്നത് ഈ ഇത് വരുന്നത് എന്ന് പറയുന്നത് PCODയുടെ നമുക്ക് പതോഫിസിയോളജി ഇനി പഠിക്കണം. പതോഫിസിയോളജി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തുകൊണ്ടാണ് ഈ PCOD വരുന്നത് എന്നുള്ളത് നമുക്ക് ക്ലിയർ അറിയാനാകുള്ളൂ. അത് 3 കാരണം കൊണ്ടാണ് PCOD ഉണ്ടാകുന്നത്. ഒന്നെങ്കിൽ ഹോർമോണൽ ഇംബാലൻസും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഹൈപ്പർ ആൻഡ്രജനിസം കൊണ്ടായിരിക്കാം, ആൻഡ്രജൻ കൂടിയിട്ടായിരിക്കും. ഈ 3 കാരണങ്ങൾ കൊണ്ട് PCOD ഉണ്ടാകുള്ളൂ. അതിൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുന്നത് റെസിസ്റ്റന്റ് ടു FSH and LH ഹോർമോൺ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ റപ്ചറിങ് ഓവർ. ഓവർ റപ്ചർ ചെയ്യാനാണ് FSH LH ആന്റിഡിപ്പിറ്റഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഓവറി ഷുഡ് ബി ഓബ്സ്റ്റിനേറ്റ് അറ്റ് സർട്ടൺ ലെവൽ. അത് എതിർക്കും, നീ എന്നെ സ്റ്റിമുലേറ്റ് ചെയ്യാനൊന്നും വരണ്ട. ദിസ് സ്റ്റാർട്ട് റെസിസ്റ്റിംഗ് ദ സർജ് ഓഫ് FSH and LH ലെവലിനെ എഗൻസ്റ്റ് ചെയ്യും. ഇനിഷ്യലി FSH and LH അങ്ങ് കൂടും, ഇൻക്രീസ് ചെയ്യും. കാരണം അത് എന്നെ മനസ്സിലാവുന്നില്ല, അത് എന്തോ പ്രശ്നമാണല്ലോ, അതുകൊണ്ട് കൂടുതൽ FSH LH അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. But ovaries are resisting to release estrogen and progesterone release ചെയ്യാൻ സമ്മതിക്കില്ല. ഓവം ടു റിലീസ് ഓവം ഔട്ട്സൈഡിലോട്ട് വരാൻ ഈ ഓവറി സമ്മതിക്കുകയില്ല. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് realized that ovary is not responding at all. Ovum lied on its comfort zone inside the ovary. ഓവറിയുടെ ചുറ്റും ഇങ്ങനെ കംഫർട്ട് സോണിൽ ഓവം സുഖമായിട്ടിരിക്കും. This resistance of ovary is increasing. That causes this condition. That is hormonal imbalance condition. അപ്പൊ അവിടെ ഈ നമ്മൾ നോക്കുമ്പോൾ FSHും LHും ലെവൽ ഭയങ്കര ഹൈ ആയിരിക്കും, പക്ഷെ അവിടെ റിലീസ് ചെയ്യുന്നില്ല. ഇനി അടുത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നതിന് കാരണം എന്താണെന്ന് നോക്കാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നതിന് കാരണം ലിവർ ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഫോർ ഡെവലപ്പിംഗ് PCOD. PCOD ഉണ്ടാക്കാൻ ലിവറിന് ഒരു കാരണമുണ്ട്. ലിവർ പ്രൊഡ്യൂസസ് ആൻ എൻസൈം കാൾഡ് സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ. സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ എന്ന് പറയുന്ന ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ഇറ്റ് ഈസ് എ പ്രോട്ടീൻ ദാറ്റ് ക്യാരീസ് സെക്സ് ഹോർമോൺസ് ഇൻ ടു ദ ബ്ലഡ്. ബ്ലഡിലോട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ഈ പ്രോട്ടീനാണ്. അപ്പൊ വിച്ച് ബൈൻഡ് ഈസ്ട്രജൻ ആൻഡ് ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ ആൻഡ് ടെസ്റ്റോസ്റ്ററോൺ, ഈ 3 ഹോർമോൺ ആൻഡ് ആൻഡ്രോജൻ, ഈ 4 ഹോർമോണിനെയും ഇങ്ങനെ ക്യാരി ചെയ്ത് ബ്ലഡിലോട്ട് കൊണ്ടുപോകും. ഈ എൻസൈമിന്റെ ജോലിയാണ്. അപ്പൊ നോർമലി ദിസ് സെക്സ്
hormone binding globulin in females control free testosterone under control. പക്ഷെ ഇത് കാര്യം ചെയ്തുകൊണ്ട് പോകുമെങ്കിലും ഈ ഫ്രീ ടെസ്റ്റോസ്റ്ററോണിനെയും ആൻഡ്രജനെയും ഫ്രീ ആൻഡ്രജനെയും അത് അണ്ടർ കൺട്രോളിൽ നിർത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത്. കാരണം ഈസ്ട്രജനെയാണ് കൂടുതലായിട്ട് കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് ഈസ്ട്രജനെ കൂട്ടിയിട്ട് ബാക്കിയുള്ള ഈ രണ്ടെണ്ണം ടെസ്റ്റോസ്റ്ററോണിനെയും ആൻഡ്രജനെയും കൺട്രോൾ ചെയ്ത് അത് നിർത്തുന്നത് ഈ സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിനാണ്. ആ പ്രോട്ടീനാണ്, ആ എൻസൈമാണ് അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈം. In PCOD case, liver did not release this enzyme sufficiently. PCOD കേസിൽ വരുന്ന കുഴപ്പമെന്ന് പറയുന്നത് ലിവർ ഈ എൻസൈം ശരിയായിട്ട് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല, ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യില്ല. Because of this deficiency of releasing sex hormone binding globulin by liver in female, so the free testosterone and free androgen over increase inside the blood of the female. So free testosterone is used for producing masculinity of the female. Also liver having another important role, insulin get resistant cases that in hyperandrogenism. അപ്പൊ ഒരു കേസാണ് ഞാൻ പറഞ്ഞത് ഈ ടെസ്റ്റോസ്റ്ററോൺ കൂടാൻ പറ്റിയത്, ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും. അതുപോലെ ഹൈപ്പർ ആൻഡ്രോജനും കൂടി നിൽക്കുമ്പോഴേ ഇൻസുലിൻ ഫെയിൽസ് ടു ആക്ട് ഫോർ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിന്. ഇൻസുലിന് വർക്ക് ചെയ്യാൻ നോക്കത്തില്ല, ഗ്ലൂക്കോസിന്റെ മെറ്റബോളിസത്തിന് സഹായിക്കാൻ നോക്കില്ല. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റാനായിട്ട് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റാനായിട്ട് ഇൻസുലിന് പറ്റത്തില്ല. ഈ ഹൈപ്പോ ആൻഡ്രോജനും ആൻഡ് ടെസ്റ്റോസ്റ്ററോൺ നിൽക്കുന്നത്. ദിസ് റിസൾട്ട് ഇൻ ഒബീസിറ്റി ഉണ്ടാകും. This increased hyperandrogenism, lipid level increases inside the blood. If FSH and LH level high produced by anti-pituitary, ovulation did not take place due to this decreased estrogen and progesterone. Ovum did not get released from the ovary. If ovum did not get released from the ovary, causes insecurity comes inside the mind and a lot of chaos comes. As a result, amenorrhea happened and increased AMH. AMHന്റെ ജോലി എന്ന് പറയുന്നത് എന്താണ്? AMHന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് this hormone for maturity of ovum mature ചെയ്യാൻ സഹായിക്കും. അതുപോലെ ഈ ഹോർമോൺ തന്നെയാണ് increase the size of ovarian follicle സൈസിനെ റെഗുലേറ്റ് ചെയ്യാനും മാർക്കർ ഓഫ് ഓവേറിയൻ റിസർവ് കൂട്ടാനും സഹായിക്കുന്നത് ഈ AMH ആണ്. നോർമൽ AMH ആണ്. വെരി ഹൈ AMH ഇൻഡിക്കേറ്റീവ് PCOS ആണ്. അപ്പൊ നമ്പർ ഓഫ് എഗ്സ് റിമൈനിങ് ഇൻ വുമൻസ് ഓവറീസിൽ ഉണ്ടെങ്കിൽ AMH കറക്റ്റ് ആണ്, നോർമൽ ആണോ എന്ന് നോക്കിക്കൊള്ളുക. AMH നോർമലി എന്ന് പറയുന്നത് 1 to 4 ആണ് ഉള്ളത്. 3 ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു AMH ലെവൽ ഉണ്ട്. അവിടെ ഓവേറിയൻ റിസർവ് നല്ലതുപോലെ ഉണ്ട്. ആസ് വെൽ ആസ് ഓവുലേഷൻ നടക്കുന്നുണ്ട്. അവിടെ ഇൻക്രീസ് ഓവുലേഷന്റെ മെച്യൂരിറ്റിയെ സഹായിക്കുന്നുണ്ട്, ഓവത്തിന്റെ മെച്യൂരിറ്റിയെ സഹായിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ പ്രശ്നം വരുന്ന ഈ ഒരു പ്രശ്നത്തിന്റെ കാര്യത്തിലാണ് PCOD വരുന്നത്. എന്നിട്ട് ഇൻക്രീസ്ഡ് AMH കൂടുമ്പോൾ ബ്ലഡിൽ ഡിക്രീസ്ഡ് AMH കോസസ് ഇൻഫെർട്ടിലിറ്റി ഓർ early ovarian failure ഉണ്ടാവും. Femininity is challenged, causes confusion of mind or identity to his അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ഫീലിംഗ് വരും. Ovary is the identity of the female. If ovary fails to secrete estrogen and progesterone, so result is the imbalance of progesterone and estrogen leading to increased level of testosterone and androgen inside the blood. LH from anti-pituitary increases leading lot of pathological symptoms ഉണ്ടാകും. അപ്പൊ സിംറ്റംസ് ഓഫ് PCOD എന്ന് പറയുന്നത് ഒന്നുകിൽ അമിനോറിയ, excessive hair growth on chin and under the nose, causes lot of mood swings and hirsutism, loss of libido, sexual desire loss ചെയ്യും, irregular menstruation, loss of femininity part നഷ്ടപ്പെടും,
leading to lot of insulin resistance due to high testosterone level in the blood. Insulin resistance വന്നിട്ട് obesity ഉണ്ടാകും. So femininity is lost and going against the universal law of nature against ആയിട്ടാണ് വരുന്നത്. Loss of energy level, mood changes leading to infertility, obese, dysmenorrhea, increased hair fall. Hyperandrogen വരുന്നതുകൊണ്ട് hair fall കൂടും. This is out. ഇത് വരുന്നത് കൊണ്ട് ഇത് സൈക്കോസിബിലിറ്റിക് ഡിസീസ് ആണ്. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് when did the first symptom start, എന്നാണ് തുടങ്ങിയത് എന്ന് ചോദിക്കണം. എങ്കിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. വേദർ അമിനോറിയ ആണ് ആദ്യം തുടങ്ങിയത്, അതോ ഹിർസൂട്ടിസം ആണ് അത് തുടങ്ങിയത്, അതോ ഹെയർ ഫാൾ ആണോ വന്നത്, അതോ മൂഡ് സിങ്സം വിച്ച് ഈസ് കം ഫസ്റ്റ് സ്റ്റാർട്ടഡ്, ഏതാണ് ആദ്യം വന്നതെന്ന് ചോദിക്കണം. ഇപ്പൊ കോസ് എന്ന് പറഞ്ഞാൽ ഓവറി ഈസ് ദ ഐഡന്റിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ആണ്. അനോവുലേഷൻ ഈസ് ദ ഫസ്റ്റ് സിബിലിറ്റിക് സിംറ്റം. ഇൻഫെർട്ടിലിറ്റി ഈസ് ദ സിഫിലിസ് എഗൻസ്റ്റ് മദർ ഓഫ് നേച്ചർ, ദാറ്റ് ഈസ് സോറ. സോറയ്ക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് ഇൻഫെർട്ടിലിറ്റി വരുന്നത്. പിന്നെ മാസ്കുലിനിറ്റി. Due to hypothalamic and pituitary dysfunction, it is and thyroid disorders causes infertility. Decreased sexual desire, dysmenorrhea or intermittent spotting discharge, increased sensitivity to smell, mood swings, androgen is the identity challenges causes male like baldness in female baldness. അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റന്റ് കോസസ് weight gain, where more fat is deposited around the neck and dark pigmentation around the neck, over the elbows and over the joint and nipples, എല്ലാം dark discoloration. Irresistible desire for sugar, lethargy, this is due to delirium or delusion that is inside the subconscious mind. ഇനി ഒരു കേസ് പറയാം. കേസ് എന്ന് പറഞ്ഞത് ഒരു 18 വയസ്സുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി വന്നപ്പോഴ് അത് ഹോട്ടൽ മാനേജ്മെന്റിന് പഠിക്കുന്ന കുട്ടിയാണ്. അതിന് മെൻസസ് 6 മാസമായിട്ട് മെൻസസ് ഇല്ല. അപ്പൊ മെൻസസ് ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. അതിന് മെനാർക്കെ ആയത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മെനാർക്കെ ആയത്. അന്ന് തൊട്ടേ മെൻസസ് ടു ലേറ്റ് ആണ്. അപ്പൊ ഞാൻ ഈ അമ്മയുടെ ആദ്യം ചോദിച്ചു, എങ്ങനെയായിരുന്നു പ്രഗ്നൻസി ഹിസ്റ്ററി ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞ മൂത്ത കുട്ടി പെൺകുട്ടിയായിരുന്നു. അതിന് കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഇളയ കുട്ടി ഉണ്ടാകുന്നത്. അപ്പൊ മൂത്ത കുട്ടി പെൺകുട്ടി ആയതുകൊണ്ട് ഹസ്ബൻഡിന് അടുത്തത് ആൺകുട്ടി വേണമെന്ന ആഗ്രഹമാണ്. ഹസ്ബൻഡിനാണെങ്കിൽ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഇല്ല. ഹസ്ബൻഡും വൈഫും തമ്മിൽ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഇല്ല. എങ്ങനെയോ ഇത് രണ്ടാമത്തെ കുട്ടി ഉണ്ടായി. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു ഇത് ആൺകുട്ടി ആയിരിക്കണം. അപ്പൊ അയാളുടെ സഹോദരിമാരും അയാളുടെ അമ്മയും ഒക്കെ പറഞ്ഞു, ഈ ഇല്ലാസും എല്ലാം പറഞ്ഞ് ആൺകുട്ടി എന്നാ പറയണം, ഇത് ആൺകുട്ടി ആയിരിക്കണം. കാരണം അവരുടെ കോ സിസ്റ്റർ പ്രസവിച്ചത് ആൺകുട്ടിയാണ്. അപ്പൊ ഈ പുള്ളിക്കാരി ആഗ്രഹിച്ചു, ഒരു ആൺകുട്ടിയെ പ്രസവിച്ചാൽ കൊള്ളാം, ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ഓൾറെഡി. അപ്പൊ she had thought whatever may be, prayed ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കും, പ്ലീസ് ഗീവ് മി എ മെയിൽ ചൈൽഡ്, പ്ലീസ് ഗീവ് മി എ മെയിൽ ചൈൽഡ്. പക്ഷേ അവസാനം വന്നത് ഫീമെയിൽ ചൈൽഡ് ആണ്. സോ മദേഴ്സ് തോട്ട് പ്രോസസ് വാസ് ദാറ്റ് ദിസ് വേൾഡ് ഈസ് നോട്ട് ഗുഡ് ഫോർ ഫീമെയിൽ ചൈൽഡ്, സോ യു ഷുഡ് ബി എ മെയിൽ ചൈൽഡ് ആയിരിക്കണം എന്നുള്ള തോട്ട് പ്രോസസ് ആയിരുന്നു, ടു സർവൈവ് ഫ്രം ദിസ് അഡ്വേഴ്സ് സറൗണ്ടിങ്സ്. If happened otherwise, you should behave like a male child. അങ്ങനെ വരാൻ പറ്റില്ലെങ്കിൽ നീ പെണ്ണായിട്ടാണ് വരുന്നതെങ്കിൽ നീ ബിഹേവ് ചെയ്യേണ്ടത് ആണായിട്ടായിരിക്കണം ബിഹേവ് ചെയ്യാൻ. ബൈ പ്രൊഡ്യൂസിങ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഫ്രം ദ മദർ ടു ചൈൽഡ്. അപ്പോ അമ്മ ഇങ്ങനെയാണ് പറഞ്ഞത്. സോ അവിടെ തന്നെ കുഞ്ഞിന്റെ ആ സമയം തൊട്ട് തന്നെ ഐഡന്റിറ്റി കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടായിക്കഴിഞ്ഞു. അതുകൊണ്ട് ആ കുട്ടി കുഞ്ഞിനെ തൊട്ട് ബിഹേവ് ചെയ്ത ഒരു ടോം ബോയെ പോലെയായിരുന്നു. ആ പേഷ്യന്റ് ഭയങ്കര ഒബ്സ്റ്റിനേറ്റും ഹെഡ് സ്ട്രോങ്ങും ആയിരുന്നു, വളരെ അരഗന്റ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരുന്നു. അപ്പൊ ഞാൻ ആ പെൺകുട്ടിയെ വിളിച്ചു, അമ്മയെ വിലയിരുത്തിയിട്ട് പെൺകുട്ടിയെ വിളിച്ച്, എന്താണ് മെൻസസ് വേണ്ട എന്ന് തോന്നാൻ കാരണം എന്താ? എനിക്ക് മെൻസസ് വേണ്ട. ഇദ്ദേഹം വിചാരിക്കുന്ന അങ്ങനെയാണ്, ഇദ്ദേഹത്തിന് മെൻസസ് വേണ്ട. എനിക്ക് വേണ്ട ഡോക്ടറെ, എനിക്ക് ഇഷ്ടമേ അല്ല അത്. കാരണം എനിക്ക് ആൺകുട്ടികളെ പോലെ നടക്കണം. അത് വന്നത് തന്നെ
രസം അതാണ്. ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അത് വന്നത് തന്നെ ഒരു ഷോർട്ട് ആയിട്ടുള്ള പാൻറ്റും ഇട്ട് ഒരു ഷർട്ടും ഇട്ടിട്ടാണ് വന്നത്. മുടിയാണെങ്കിൽ ബോയ് കട്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഇദ്ദേഹം തന്നെ ഇങ്ങനെയാണ് നടക്കുന്നത്? എനിക്ക് ആൺകുട്ടികളെ പോലെ നടക്കണം എന്ന്. പുള്ളിക്കാരി ഒരു വല്ലാത്ത റഫായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ അതിശയിച്ചു. അപ്പോഴും ഞാൻ ഉടനെ തന്നെ എടുത്ത് ലിബർട്ടിനിസം. പുള്ളിക്കാരുടെ റിയാക്ഷൻ ലിബർട്ടിനിസം. എനിക്ക് സ്വാതന്ത്ര്യം വേണം, സ്വാതന്ത്ര്യം വേണം. അപ്പൊ ഞാൻ ചോദിച്ചു, ഇദ്ദേഹം എങ്ങനെയാണ് അച്ഛനും അമ്മയുടെ അടുത്തൊക്കെ ഉള്ള ഒരു പെരുമാറ്റം? ഇദ്ദേഹം വളരെ മോശമായിട്ടാണെന്നാണ് അമ്മയുടെ ഒരു ഇത് വന്നത്. എന്താണ്? എനിക്ക് ഇവരെ ഒന്നും ഇഷ്ടമല്ല, ഇവരുടെ സ്വഭാവം ഒന്നും ശരിയല്ല ഡോക്ടറെ. അവര് ചുമ്മാ എന്റെ മൂത്ത ചേച്ചിയെ മൂത്ത ചേച്ചിയെ എനിക്ക് എന്തോന്നിനെ കണ്ടുപിടിക്കേണ്ട? എനിക്ക് എന്റേതായ അഭിപ്രായമില്ല. ഞാൻ എന്തിനാ മറ്റുള്ളവരെ കണ്ടുപിടിക്കാൻ? അതുകൊണ്ട് ഞാൻ ഇവർ പറയുന്നതിന് നേരെ അഗൻസ്റ്റേ ചെയ്യും. അപ്പൊ ഞാൻ അടുത്ത റൂബറിക്ക് എടുത്തത് കോൺട്രറി എന്നാണ്. പിന്നെ എല്ലാവരെയും എതിർക്കുക എന്നുള്ള ഒരു എന്താ അതിനാണ് എല്ലാവരോടും ദേഷ്യം ഡിഫൈൻഡ് നേച്ചറാണ്. ആശല്ലാസ് ഈ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ട്, അവരുടെ അടുത്തെല്ലാം വെറും തറുതലേ പറയുള്ളൂ, ഭയങ്കര തറുതല പറച്ചിലാണ്. അപ്പൊ അവർക്ക് അതുകൊണ്ട് ഭയങ്കര വിഷമമാണ് ആ അമ്മയ്ക്ക്. അത് ഞാൻ ഇൻസോളൻസ് എടുത്ത്, പിന്നെ മെൻസസ് ലേറ്റ് ടു ലേറ്റ്, ഇത്രയാണ് ഞാൻ അന്ന് എടുത്ത റൂബ്രിക്ക്. ഈ 3/11/24 AMH ഭയങ്കര ഹൈയായിരുന്നു കേട്ടോ. ബയലാറ്ററൽ PCOD ആയിരുന്നു. വന്ന മെഡിസിൻ മെർക്കുറിയാണ്. ഞാൻ ചോദിച്ചേ, ചൂട് ആണോ ഇഷ്ടം, തണുപ്പാണോ ഇഷ്ടം, ഏതാണ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അത് എനിക്ക് തണുപ്പ് ഒരു പ്രശ്നമില്ല ഡോക്ടർ, ചൂട് എനിക്ക് ഒട്ടും പറ്റത്തില്ല. ഇങ്ങനെയാണ് സംസാരിക്കുന്നത് തന്നെ, എനിക്ക് ചൂടൊന്നും ഒട്ടും പറ്റത്തില്ല. വെള്ളം കുടിക്കുന്ന കൂട്ടത്തിലാണോ? വെള്ളം ഞാൻ അതങ്ങനെ കുടിക്കാറില്ല. വെള്ളം കുടിച്ചോണ്ട് കിടന്നാ പിന്നെ എനിക്ക് എപ്പോഴും മൂത്രം ഒഴിക്കണ്ടേ, അതൊന്നും ഞാൻ ചെയ്യാറില്ല. ഇങ്ങനെയുള്ള ഒരു നെഗറ്റിവിറ്റിയാണ് പുള്ളിക്കാരി കാണിക്കുന്നത്. അപ്പോഴും ഞാനത് മെർക്കോർ 200 എടുത്ത്. കാരണം മെർക്കോർ എപ്പോഴും ഭയങ്കര ഇങ്ങനത്തെ ഉള്ള ഒരു ബിഹേവിയർ ആണ്. ആസ് വെൽ ആസ് ഹോട്ട് ആൻഡ് തേഴ്സ്ലെസ് ആണ്. ഈ മെർക്കുറിയിൽ ഹോട്ടും തേഴ്സ്ലെസ്സും ആയിട്ടുള്ള റെമഡി മെർക്കോറാണ്. ഏറ്റവും അരഗന്റ് ആയിട്ടുള്ള റെമഡിയാണ്. മെർക്കോർ 200 ഒരു ഡോസ് കൊടുത്തു. എന്നിട്ട് PL-ഉം BT ഒക്കെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, അമ്മയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മെൻസസ് ആകുമ്പോ അമ്മയൊന്ന്, ഈ പെണ്ണിന്റെ സ്വഭാവം കണ്ടിട്ട് എനിക്ക് മനസ്സിലായി ഒരു രക്ഷയില്ല, അതിന് വേണ്ടാന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അമ്മയോട് പറഞ്ഞു, മെൻസസ് ആകുകയാണെങ്കിൽ എന്ന് അറിയിക്കാൻ പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞ് അറിയിക്കാന്നാണ്. അപ്പൊ 3/11/24 ഞാൻ കൊടുക്കുന്നത്. 15/11/24 മെൻസസ് ആയി. അപ്പൊ അമ്മ വിളിച്ചു പറഞ്ഞു, ഡോക്ടറെ ഇങ്ങനെ മെൻസസ് ആയി എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, കൊള്ളാൻ, സന്തോഷം, എനിക്ക് ഭയങ്കര സന്തോഷം എന്നാ. ഞാൻ 6 മാസമായിട്ട് ആകുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് 21/12/24 ഈ പെൺകുട്ടി വന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അത് ഭയങ്കര ജലദോഷം ഡോക്ടറെ. അപ്പോഴും വന്നപ്പോഴേ ചുരിദാറും ബോട്ടവുമാണ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. എനിക്ക് തന്നെ ഭയങ്കര ഇത് തോന്നി. പക്ഷെ മുടിയൊക്കെ അതുപോലെ തന്നെ. എന്നാലും ആ ചേഞ്ച്, കാരണം ഒരു ടോംബോയിൽ നിന്ന് തിരിച്ച് ഫീമെയിലിലോട്ട് വരാനുള്ള മനസ്സ് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്, അതിശയം തോന്നി എനിക്ക്. അപ്പൊ ഭയങ്കര ജലദോഷം ഇന്നലെ തുടങ്ങിയതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പോഴത്തന്നെ കാംഫർ ഒരു ഡോസ് കൊടുത്തു. പിന്നെ ചുമയും ഉണ്ടെന്ന് പറഞ്ഞ്, പിന്നെ ബ്രോമിയം 30 ഡ്രോപ്പിക്സ് കൊടുത്തിട്ടിട്ട് പിന്നെ അവരിതുവരെ വന്നിട്ടില്ല. ബാക്കിയെല്ലാം ശരിയായി കാണും, അതുകൊണ്ടായിരിക്കും വരാത്ത എന്ന് വിചാരിക്കുന്നു. മെൻസസ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഏത് കേസും ഇങ്ങനെ ഈ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറ്റും. അപ്പൊ അത് ഞാൻ വേണമെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ ഓവറി എന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റിയാണ് കാണിക്കുന്നത്, ഫീമെയിലിന്റെ ഐഡന്റിറ്റിയാണ് കാണിക്കുന്നത്. ലവ് ആൻഡ് നർച്ചറിങ്. ഒരു പെൺകുട്ടിക്ക് ഓവലേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹം, നർച്ചറിങ്, എല്ലാവരെയും പരിപാലിക്കുക എന്നുള്ള ഇത്, അതിന്റെ ന്യൂട്രീഷൻ ടു ദ ഓഫ്സ്പ്രിങ്ങിന് ന്യൂട്രീഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് മദർ നേച്ചറിന്റെ ഇത് എന്ന് പറയുന്നത്. ഓവുലേറ്ററി ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അമിനോറിയ ആയിട്ട് വരാം, ഇറഗുലർ യൂട്രൈൻ ബ്ലീഡിംഗ് ആയിട്ട് വരാം, ഇൻഫെർട്ടിലിറ്റി ആയിട്ട് വരാം, അനോവുലേറ്ററി സൈക്കിൾ ആയിട്ട് വരാം. ഈ കോസസ് ഓഫ് അനോവുലേഷന്റെ കോസസ് എന്ന് പറയുന്നത്, ഓവുലേഷൻ നടക്കാത്തതിന്റെ കോസസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഹൈപ്പോതലാമിക് ഓർ പിറ്റ്യൂട്ടറി ഡിസ്ഫങ്ഷൻ കൊണ്ടായിരിക്കാം,
അല്ലെങ്കിൽ ലോ ഓർ ഹൈ ബോഡി മാസ് ഇൻഡെക്സ് കൊണ്ടായിരിക്കാം, എന്നാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രൊലോങ്ഡ് സ്ട്രെസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എൻഡോക്രൈൻ വേറെ ഏതെങ്കിലും എൻഡോക്രൈൻ ഡിസോർഡേഴ്സ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രിമച്ചർ ഓവേറിയൻ ഫെയിലിയർ AMH വളരെ കുറവായിരിക്കും, അപ്പൊ അവിടെ ഓവേറിയൻ റിസർവ് കാണത്തില്ല, ഓർ ലോ ഓവേറിയൻ റിസർവ് ആയിരിക്കും. അപ്പൊ ഈ കേസ് സാറ് തന്നെ ഒരു കേസ് പറഞ്ഞിട്ടുണ്ട്. അനോവുലേറ്ററി സൈക്കിൾ ഉണ്ടായ ഒരു കേസില് സാറ് വേറെ നോ പ്രഗ്നൻസി ഹിസ്റ്ററി കിട്ടിയില്ല ആ കേസിൽ. സാർ അതുകൊണ്ട് ഗോസ് ടു ദ സെക്കൻഡ് ഓർ തേർഡ് ജനറേഷൻ ഹിസ്റ്ററി എടുക്കാനാണ് സാറ് പറഞ്ഞത്. ഈ ജനറേഷൻ വാസ് ടോർച്ചേർഡ് ബൈ ദ സൊസൈറ്റി, അവരെ ടോർച്ചർ ചെയ്തിട്ടുണ്ടായതാണോ എന്ന് നോക്കുക എന്ന് പറഞ്ഞു. പിന്നെ ആൻഡ്രജൻ എക്സസ് ആണെങ്കിൽ ഹിർസൂട്ടിസം ഉണ്ടാകാം, അക്കൈൻ ഉണ്ടാകാം, മുഖക്കുരു വരാം, അലോപേഷ്യ വരാം, ഇൻക്രീസ്ഡ് ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാകാം. അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരെയാണെങ്കിൽ വെയിറ്റ് ഗെയിൻ ആയിരിക്കും, കോൺസ്റ്റന്റ് ഫറ്റീഗ് ആയിരിക്കും, ഡാർക്ക് പാച്ചസ് ഓവർ ദ സ്കിൻ ആയിരിക്കും, ഹങ്കർ ഇൻക്രീസ്ഡ് ആയിരിക്കും, സ്കിൻ ടാഗ് ഉണ്ടാകാം, ഫ്രീക്വന്റ് ഹെഡേക്ക് ഡ്യൂ ടു ഡിസ്റ്റർബ്ഡ് ഷുഗർ ലെവല് ഡിസ്റ്റർബ് ചെയ്തിട്ടും ഉണ്ടാകാൻ സാധിക്കും. പിന്നെ ഓവം ഫെയിറ്റ് മെച്ചർ വരാനുള്ള കാരണം, ഓവം മെച്ചർ ആകുന്നില്ല, അത് ഫെയിറ്റ് അനോവുലേറ്ററി സൈക്കിൾ ഓവം മെച്ചർ ആകാൻ പല കാരണങ്ങളുണ്ടാകാം. ഒന്നുകിൽ ഇൻസെക്യൂർ ഫീലിംഗ് ആയിരിക്കും, ആരെങ്കിലും ഉപദ്രവിക്കുക, അമ്മയെ ഉപദ്രവിക്കുക, അമ്മ പ്രഗ്നന്റ് ആയിരുന്നപ്പോ അമ്മയെ ഭർത്താവ് തന്നെ റേപ്പ് ചെയ്യാം, അപ്പൊ അത് അമ്മയ്ക്ക് ഇഷ്ടമല്ല, ആ ഇൻസെക്യൂർ ഫീലിംഗ് കൊണ്ട് മോളെ നീ എങ്കിലും ഇങ്ങനെ സൂക്ഷിച്ചു വയ്യ, അതേ പറ്റുള്ളൂ, ഇൻസെക്യൂർ ഫീലിംഗ് ആയിരിക്കാം. അല്ലെങ്കിൽ ഓവർ ഈസ് നോട്ട് റെഡി ടു കം ഔട്ട്, അതിന് വരാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഓവർ ഈസ് ഇമ്മച്ചുർ ടു ഫേസ് ദ വേൾഡ്, വേൾഡിനെ പേടിയാണ് അവന്, ലാക്ക് ഓഫ് ഐഡന്റിറ്റി, അല്ലെങ്കിൽ സെക്ഷൽ ഡിസ്ക്രിമിനേഷൻ, അമ്മ സമയത്ത് അല്ല ഇതായിരിക്കും പ്രഗ്നന്റ് ആയിരിക്കുമ്പോ നീ പെണ്ണാണെങ്കിൽ ഇതൊക്കെ ചെയ്യുക ഇങ്ങനെ പറയുന്ന ആ ഡിസ്ക്രിമിനേഷൻ മനസ്സിൽ നിന്നിട്ട് കുഞ്ഞിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും, നീ നിന്റെ ഓവം സൂക്ഷിച്ചു വെച്ചാൽ നിനക്ക് ഈ ഡിസ്ക്രിമിനേഷൻ വരില്ല, ഒരാണിനെ പോലെ ഇരുന്നാൽ മതി. അല്ലെങ്കിൽ ഒബ്സ്റ്റിനേറ്റ് നേച്ചർ ഉണ്ട്. അപ്പൊ ഈ ഓവം ഇമ്മച്ചുർ ടു ഫേസ് ദ വേൾഡ് ആണെങ്കിൽ നമുക്ക് എടുക്കാവുന്ന റൂബ്രിക് എന്ന് പറഞ്ഞാൽ ഡെലൂഷൻ സ്മോൾ, ഹീ സ്മോൾ എന്നുള്ളത് എടുക്കാം. പ്രഗ്നൻസി ഹിസ്റ്ററിയിലെ അമ്മയ്ക്ക് ടിമിഡ് ആയിരിക്കും അമ്മ, കാരണം മദറിനിലായോ ടോർച്ചർ ചെയ്യുന്നുണ്ടായിരിക്കും, മദറിനിലായോ സിസ്റ്ററിനിലായോ ടോർച്ചർ ചെയ്യുന്നുണ്ടായിരിക്കും. ഐ കുഡ് നോട്ട് റിറ്റാലിയേറ്റ്, അതിനെ എതിർക്കാൻ ഇതിന് സാധിക്കുന്നില്ല. സോ ഓവറി ഷുഡ് ബി സ്മോൾ ആകാനായിട്ട് അമ്മ മകൾക്ക് നിർദ്ദേശം കൊടുക്കും. പിന്നെ ഈ ഇൻസെക്യൂരിറ്റി നീഡ് പ്രൊട്ടക്ഷൻ, ഇൻസെക്യൂരിറ്റിക്ക് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രൊട്ടക്ഷൻ വേണം, ഫ്ലൂയിഡ് ഫിൽഡ് വിത്ത് സിസ്റ്റ് ആയിട്ട് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ എന്ന് പറയുന്നത് നമുക്ക് എടുക്കാവുന്ന റൂബ്രിക് കോൺഫിഡൻസ്, വാണ്ടസ് കോൺഫിഡൻസ്, ആന്റിസിപ്പേറ്ററി ആൻസൈറ്റി, ഫിയർ ഓഫ് ഫേസിംഗ് ദ വേൾഡ്, ഓർ ചൈൽഡ്ഹുഡ് ട്രോമ, ഓർ സെക്ഷൽ അബ്യൂസ് ഇൻ ഏർലി ചൈൽഡ്ഹുഡിൽ, അതിൽ നിന്നായിരിക്കും ഇങ്ങനെ വന്നത് PCOD ഉണ്ടാകുന്നത്. അതിന് നമുക്ക് എടുക്കാവുന്ന റൂബ്രിക്ക് ഡെലൂഷൻ, മിസ്ഫോർച്യൂൺ എടുക്കാം, ഫിയർ ഓഫ് മിസ്ഫോർച്യൂൺ എടുക്കാൻ സാധിക്കും. പിന്നെ വേണമെങ്കിൽ ഡെലൂഷൻ, നെഗ്ലക്റ്റഡ് ബീയിങ് ഓർ ഫോർസേക്കൺ ഫീലിംഗ് എടുക്കാം, ഇഞ്ചുറി, ഗോയിങ് ടു ബി ഇൻജുവേർഡ് അല്ലെങ്കിൽ വിൽ ബി ഇൻജുവേർഡ്, അല്ലെങ്കിൽ അവേർഷൻ, ഇപ്പൊ ഹസ്ബൻഡ് അവരെ വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ അവര് ഹസ്ബൻഡിനോടുള്ള അവേർഷൻ ആയിരിക്കാം, ഇല്ലെങ്കിൽ ചിലർക്കാണെങ്കിൽ അബോർഷൻ ടു മാരേജ് ഇഷ്ടമല്ല, അതുകൊണ്ട് PCOD ഉണ്ടാകാം. പിന്നെ കോറൽ ചെയ്യാൻ ചിലർക്ക് കോറൽ ചെയ്യാൻ ഇഷ്ടമില്ല, ഹാർമോണിയാണ് ഇഷ്ടം. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഇൻസെക്യൂർ ആയിട്ട് ഇതിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ മിസ്സാന്ത്രപ്പി, മനുഷ്യരെ കാണാൻ ഇഷ്ടമില്ല, അങ്ങനെ വന്നാലും ഉണ്ടാകാം. പിന്നെ മെച്യൂരിറ്റി ഫെയിൽ വരുന്നതിന് ഇൻസെക്യൂരിറ്റി ആയിരിക്കാം, ഡിപ്പെൻഡന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹെൽപ്ലെസ്നെസ് ഫീലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ കോൺഫിഡൻസ്, വാണ്ട് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചൈൽഡിഷ് ബിഹേവിയർ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കവേർഡിസ് ആയിരിക്കും, റെസ്പോൺസിബിലിറ്റി അബോർഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഹെഡ് ബിലോങ്സ് ടു അനദർ, എല്ലാ കാര്യം മറ്റുള്ളവരടുത്ത് ചോദിച്ചിട്ട് അവരുടെ തല ഉപയോഗിച്ചായിരിക്കും ഈ കുട്ടി ഡിസിഷൻ എടുക്കുന്നത്. അതാണ് ഹെഡ് ബിലോങ്സ് ടു അനദർ, ഡെലൂഷൻ, ഹെഡ് ബിലോങ്സ് ടു അനദർ. അല്ലെങ്കിൽ ഡെലൂഷൻ സ്മോൾ, ഷീ ഈസ് സ്മോൾ, ഇമ്മച്ചുവർ. അല്ലെങ്കിൽ ഫിയർ ഓഫ് ഇഞ്ചുറി, ദാറ്റ് ഈസ് എ ഡെലൂഷൻ, ഇഞ്ചുറി, ബീങ് ഇഞ്ചേർഡ് ബൈ സറൗണ്ടിങ്സ്, ഇഞ്ചുറി ചെയ്യുന്നുള്ള ഫീലിംഗ് കൊണ്ട് ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കും.
പിന്നെ ഐഡന്റിറ്റി വരെയാണെങ്കിൽ കൺഫ്യൂഷൻ ഓഫ് മൈൻഡ് ആസ് ടു ഹിസ് ഐഡന്റിറ്റി, അല്ലെങ്കിൽ ഡെലൂഷൻ ഐഡന്റിറ്റി, എറേഴ്സ് ഓഫ് ഐഡന്റിറ്റി, അല്ലെങ്കിൽ നമുക്ക് ഐഡന്റിറ്റി റിബ്രേക്കുന്ന ഞാൻ ആന്റഗോണിസം സെൽഫ്, അവർക്ക് അവളോട് തന്നെ വെറുപ്പാണ്, ഇങ്ങനെ ജീവിക്കുന്നതിനൊക്കെ ആന്റഗോണിസം സെൽഫ്, അല്ലെങ്കിൽ മാനിഷ് ഹാബിറ്റ്, ഞാൻ പറഞ്ഞ ആ പെൺകുട്ടിയെ പോലെ മാനിഷ് ഹാബിറ്റ് ഇൻ ഗേൾസ്, അല്ലെങ്കിൽ അവേർഷൻ ടു ഓപ്പോസിറ്റ് സെക്സ്, അല്ലെങ്കിൽ ചിലപ്പോൾ അംബീഷ്യസ് നേച്ചർ ഉള്ളവരായിരിക്കാം, അവർക്ക് കല്യാണമൊന്നും കഴിക്കാൻ താല്പര്യം കാണൂല, അംബീഷൻ ഉയർന്ന് എനിക്ക് മുകളിലോട്ട് പോകണം, ഭയങ്കരമായിട്ട് അംബീഷ്യസ് ആയിരിക്കും, അല്ലെങ്കിൽ കറേജിയസ് ഇൻഡിപെൻഡന്റ്, ഞാൻ പറഞ്ഞ ലിബർട്ടനിസ്റ്റിക് ആയിരിക്കാം, അല്ലെങ്കിൽ ഡെലൂഷൻ ഐ ആം എ ഗ്രേറ്റ് പേഴ്സൺ എന്നുള്ള തോന്നലായിരിക്കാം. ഇൻജസ്റ്റിസ് കനോട്ട് സപ്പോർട്ട് ഇൻജസ്റ്റിസ്, കൊച്ചിലെ ഇൻജസ്റ്റിസ് അതിനെ ടോർച്ചർ ചെയ്തായിരിക്കും കൊണ്ടുവന്നത്, അതുകൊണ്ട് വലുതായപ്പോഴത്തേക്ക് ഇൻജസ്റ്റിസ് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തോന്നും ടൈം പാസസ് ടു, ചില കുട്ടികൾക്ക് നേരത്തെ സെക്കൻഡറി സെക്സ്വൽ ഓർഗൻസ് ഒക്കെ പീരീഡ്സ് ആകുന്നതിന് മുമ്പേ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ടൈം പാസസ് ടു സ്ലോലി, അത് അമ്മ കൊടുക്കുന്ന ഇതായിരിക്കും, എന്നെ കൊണ്ട് പറ്റുന്നില്ല മോള് എന്നെ അച്ഛനെ നിയന്ത്രിച്ച, അച്ഛൻ കുടിയനായിരിക്കും, അപ്പൊ അച്ഛനെ നിയന്ത്രിക്കണമെങ്കിൽ നീ വിചാരിച്ചെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ അവിടെ ആ മോള് മെച്ചുറാകാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നരയ്ക്കാൻ തുടങ്ങും, കൊച്ചിലേ നരയ്ക്കാൻ തുടങ്ങും. ടൈം പാസസ് ടു സ്ലോലിയാണ്, ടൈം ഇല്ല എനിക്ക് വലുതായേ പറ്റുള്ളൂ എന്നുള്ള തോന്നൽ. പിന്നെ ചിലർക്കാണെങ്കിൽ ചിൽഡ്രൻ അബോർഷൻ ടു ചിൽഡ്രൻ, കുട്ടികളെ ഇഷ്ടമല്ല, ഒരുപാട് കേസുകൾ അങ്ങനെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ്, ഇത്രയാണ് ഞാൻ ഒരുവിധം എടുത്തിട്ടുള്ളത്. ഓക്കെ, എത്രയായി? സമയമായി ഡോക്ടറെ. ഒന്ന് രണ്ട് ഒരു ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പറഞ്ഞങ്ങ് വൈൻഡപ്പ് ചെയ്യാൻ ഡോക്ടർക്ക് എന്തെങ്കിലും കൺക്ലൂഷൻ ഉണ്ടോ പറയാൻ? ഇല്ല, ഇത്രയാണ് ഞാൻ കാരണം ഞാൻ കൂടുതൽ ഇനി അഥവാ എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരു ക്ലാസ് അല്ലെ സമയം ഉണ്ടെങ്കിൽ പറയാം. ഇത്രയല്ലേ. പിന്നെ ഡെലൂഷൻ, ടോർച്ചേർഡ് ഓർ അറ്റാക്ക്ഡ് ബീയിങ്, അസാൾട്ടഡ് ബീയിങ്, ഇതൊക്കെ ഉണ്ടാക്കാം. ചിലപ്പോൾ അമ്മയ്ക്ക് പ്രഗ്നൻസി ആയിരിക്കുമ്പോൾ സെക്സ്വലി റേപ്ഡ് ബൈ ഹസ്ബൻഡ് വിത്തൗട്ട് കൺസെന്റ് ഓഫ് ഹെർ, അങ്ങനെ വരെയാണെങ്കിൽ ഇഞ്ചുറി, അബൌട്ട് ടു റിസീവ് ഇഞ്ചുറി ഉണ്ടാവുമോ എന്നുള്ള പേടി കൊണ്ടുണ്ടാകാം. ഫിയർ ഓഫ് പൊസിഷൻ, റേപ്പ്, എന്നെ റേപ്പ് ചെയ്യുമോ എന്നുള്ള പേടി കൊണ്ടും ഉണ്ടാകാം. അത് മകൾക്ക് ഫീഡ് ചെയ്ത് കൊടുക്കും, നീ നിന്റെ ഓവറിയെ നീ സൂക്ഷിച്ചു വൈ, അല്ലെങ്കിൽ രക്ഷയില്ല. ഓക്കെ ഡോക്ടറെ. ലതാ മനോഹരൻ ഡോക്ടർക്ക് എന്താണ് ചോദിക്കാനുള്ള? അനിതാ സോമൻ ഡോക്ടറോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ ഡോക്ടറെ. നന്ദി ശൈല ഡോക്ടറെ. നമസ്കാരം അനിത ഡോക്ടറെ. നമസ്കാരം. വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു, വളരെ നല്ലത്. ആദ്യം എനിക്ക് ഇച്ചിരി സമയം മിസ്സായി പോയി, കയറാൻ പറ്റിയില്ല. അപ്പൊ എനിക്ക് ഒരു സംശയം തോന്നിയത്, ഡോക്ടർ ഈ പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, നമുക്ക് ഇന്ന അനുഭവിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇന്ന ഓർഗനെ, ഇപ്പൊ സ്കിന്നിന് അങ്ങനെ പോരെ കിഡ്നിക്ക്, അങ്ങനെ ആ കൺസെപ്റ്റ് ഡോക്ടർ ഏത് ബേസ് ജർമ്മൻ ന്യൂ മെഡിസിൻ, ഡോക്ടർ ഹാമറിന്റെ ജർമ്മൻ ന്യൂ മെഡിസിൻ, ഞാൻ CJ വർഗീസ് ഡോക്ടറാണ് അത് ഇവിടെ പ്രചരിപ്പിച്ചത്. പക്ഷെ അതിനുള്ള സാറ് പ്രബൽ വിജയക്ക സാറ് GNM കണ്ടുപിടിച്ചിട്ടാണ്, GNM തന്നെ ഈ വെച്ചിട്ടാണ് പ്രഫുൽ വിജയക്ക സാർ അതിൽ നിന്ന് ഇത് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ടാണ് CJ വർഗീസ് സാർ അത് പഠിക്കാൻ പോയി. അപ്പൊ നമുക്ക് ഓരോ ഡിസീസ് ഓരോ സ്ഥലത്ത് വരുമ്പോ ഇന്നതാണ് കോസം നമുക്ക് അറിയാൻ സാധിക്കും, അവിടെ വെച്ച് ചോദിച്ചാൽ മതി. ശരി. നന്ദി, നമസ്കാരം. ഓക്കെ ലതാ മനോഹരൻ ഡോക്ടറെ. ഇനി ആർക്കെങ്കിലും അനിതാ സോമൻ ഡോക്ടറോട് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന്, കുറച്ച് സമയമുണ്ട്, 6-7 മിനിറ്റ് ഉണ്ട്. സലീം കുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സലീം കുമാർ ഡോക്ടറെ ചോദിച്ചോളൂ. ഡോക്ടറെ. നമസ്കാരം ഡോക്ടറെ, ഒരു ഫാദർ ഭയങ്കര ഉഴപ്പനും കുടുംബം നോക്കാത്ത ആളായതുകൊണ്ട്, എന്നാലും കുഴപ്പക്കാരൊന്നുമല്ല, നാട്ടുകാർക്ക് ഇഷ്ടം, വീട്ടിൽ അല്പം കഷ്ടപ്പാടൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അയാളുടെ മകള് കല്യാണം കഴിക്കാൻ തയ്യാറില്ല. അതിന്റെ അമ്മ ജീവിച്ച ജീവിതം കണ്ടിട്ട് ഇവള് വലിയ നല്ല ഉദ്യോഗസ്ഥയാണ്, നല്ല വരുമാനമൊക്കെ ഉണ്ട്.
ആ എന്നാലും എനിക്ക് വിവാഹ ജീവിതത്തോട് അതിന്റെ പേരിലാണ് അവൾക്ക് മടുപ്പ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ അവേർഷൻ ടു മാരേജ് എടുക്കാം ഡോക്ടറെ. ആസ് വെൽ ആസ് അംബീഷ്യസ് ഗേൾ ആണ്. ദാറ്റ് ഈസ് അംബീഷ്യസ് ആണ്. ആയിരിക്കാം, എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അത് എടുത്തതെന്ന് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അത് അതോടെ ആഭാഷം ഈ മാരേജ് ഉണ്ട്. പിന്നെ പുള്ളിക്കാരിക്ക് ലിബർട്ടിനിസം കാണുമായിരിക്കും. കാരണം ഈ അച്ഛന്റെ ഇത് ഇല്ലെങ്കിൽ ടൈം പാസസ് ടു സ്ലോലി എടുക്കാം. അമ്മയ്ക്ക് ഈ അനുഭവം വന്നുകൊണ്ട് മോൾക്ക് ഇത് കൊടുക്കും. നീ കല്യാണം കഴിക്കാതെ ഇങ്ങനെ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് വേണമെങ്കിൽ ഡെലൂഷൻ ടൈം പാസസ് ടു സ്ലോലി വേണമെങ്കിലും അല്ലല്ല, എടുക്കാം. അമ്മ ഇവിടെ എങ്ങനെയും കല്യാണം കഴിച്ച് കാണാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അമ്മ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ അമ്മയുടെ മനസ്സിലുണ്ടായ ആ ഇമോഷണൽ ട്രോമ കുഞ്ഞിന് പകർന്നു കൊടുത്തു. അതാണ് അവിടെ വന്ന പ്രശ്നം. അല്ലെങ്കിൽ ഈ അവർക്ക് ഇപ്പൊ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഡെലൂഷൻ ടൈം പാസസ് ടു സ്ലോലി, ടൈം കുറച്ചേ ഉള്ളു, അതുകൊണ്ട് എനിക്ക് ഉയർന്ന് മുന്നോട്ട് പോണം എന്നുള്ള തോന്നല്, അതുകൂടെ എടുക്കാം. Time passes, delusion, time passes too slowly, as well as aversion to marriage and ambitiousness. ഇത്രയും എടുത്താൽ മതി. ഇത്ര എടുത്താൽ അത് കിട്ടും. ഏതും മെഡിസിൻ മരുന്ന് പറഞ്ഞിടാ, ഞാൻ അതെടുത്തില്ല. ലാപ്ടോപ്പ് ഓഫ് ചെയ്ത് വെച്ചു. സംസാരിച്ചോളൂ ഡോക്ടറെ. കഴിഞ്ഞ സംശയം അല്ലെ, ടൈം പാസസ് ടു സ്ലോലിക്ക് ഇത്രത്തോളം അർത്ഥാന്തരങ്ങളും അവസ്ഥാഭേദങ്ങളുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവും. അയ്യോ, ഭയങ്കര ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ടോപ്പിക്. അമ്മയുടെ മനസ്സിലാണ് പ്രഗ്നന്റ് ആയിരിക്കും, അമ്മയുടെ മനസ്സിൽ വരികയാണെങ്കിൽ അത് ടൈം പാസസ് ടു സ്ലോലി എടുക്കണം. അല്ലെങ്കിൽ ഈ പെൺകുട്ടി വലുതായിട്ടാണ് അത് വരുന്നതെങ്കിൽ ഡെലൂഷൻ ആണ്, അവളുടെ പെർസെപ്ഷൻ ആണ് ടൈം പാസസ് ടു സ്ലോലി. എനിക്ക് മുന്നോട്ട് പോകണം. അംബീഷ്യസ് ആണ്. ഷീ ഈസ് എ വെരി അംബീഷ്യസ് ഗേൾ. ഓക്കെ സലിംകുമാർ ഡോക്ടറെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സംശയങ്ങൾ എന്തെങ്കിലും അനിതാ സോമൻ ഡോക്ടറോട് ചോദിക്കാനുണ്ടോ? ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയോ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ പെട്ടെന്ന് വിളിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അനിതാ സോമൻ ഡോക്ടർക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. അനിതാ സോമൻ ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി പറഞ്ഞു ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ ഡോക്ടറെ. പിന്നെ ഡോക്ടറെ, ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ നമുക്ക് ഇതിന്റെ ടെക്സ്റ്റ് ബുക്ക് പോലത്തെ വല്ലതും ഇത് ബേസ് ചെയ്ത് പഠിക്കാനായിട്ട്? ഇല്ല, അത് ഡോക്ടറെ ഇതിനകത്തേറ്റുണ്ട്. നമ്മുടെ GNMlearning.com എടുത്തിട്ട് അതില് നമുക്ക് ഓരോ ഡിസീസിനെ A to Z ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മള് അതിന്റെ കോൺഫ്ലിക്റ്റ് അറിയാൻ സാധിക്കും. പിന്നെ അതിന്റെ ബാക്കിയുള്ള കാര്യം നമുക്ക് കോൺഫ്ലിക്റ്റ് കിട്ടിയാൽ മതിയല്ല, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒന്നുകൂടെ പറഞ്ഞേ. GNMlearning.com. അല്ലേ? ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. GNMlearning.com ചെക്ക് നോക്കിക്കഴിഞ്ഞാല് അതിനകത്ത് എല്ലാം ഉണ്ട്. ഏറ്റവും ഡിസീസ് വൈസ് ആയിട്ട് പറ്റും. ഓക്കെ. അപ്പൊ ഡോക്ടർ ഇപ്പൊ കൊറേ പിന്നെ റൂബ്രിക്കുകൾ പറഞ്ഞല്ലോ. ഏതാണ്? സിന്തസിസ് ആണ് ഉപയോഗിക്കുന്നത് ഡോക്ടറെ. സിന്തസിസ്. ഓക്കെ. അപ്പൊ ഒത്തിരിയും റയർ റൂബ്രിക്കുകളൊക്കെ അതിലുണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. ഒരുവിധമായ എല്ലാ റൂബ്രിക്കും ഉണ്ട്. പക്ഷെ കാരയില് അതിനേക്കാളും റൂബ്രിക് ഉണ്ട്. പക്ഷെ എന്റെ കാര ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഡോക്ടർക്ക് ഇന്ന് പറയാനുള്ളത്. ഏകദേശം നമ്മുടെ സമയം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളുണ്ടോ? ഇല്ല. അപ്പൊ അനിതാ സോമൻ ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ലതാ മനോഹരൻ ഡോക്ടറെ ക്ഷണിക്കും. നന്ദി ശാലി ഡോക്ടറെ. ഡോക്ടറുടെ ക്ലാസ് എപ്പോഴാണെങ്കിലും അതിനൊരു പ്രത്യേകത ഉണ്ടാവും. ഡോക്ടറുടെ ക്ലാസ്സിൽ എന്തെങ്കിലും പ്രത്യേക ഒരു നമുക്ക് പോയിന്റ് കിട്ടും. ഇത് ഒത്തിരി പോയിന്റുകളാണ് ഇന്ന് കിട്ടിയേക്കുന്നത്.
ധാരാളം എന്ന് വെച്ചാല് വ്യൂസ് കിട്ടി. പിന്നെ അതോടൊപ്പം തന്നെ പോയിന്റ് ആയിട്ട് നമ്മൾ റൂബ്രിക്സ് എടുക്കേണ്ടത് എങ്ങനെയാണെന്നുണ്ട്. അത് എപ്പോഴെടുക്കണം, അത് യങ് ഏജിലാണെങ്കിൽ അല്ലെ പ്രഗ്നൻസിയിലാണോ, അതൊക്കെ ഒരു വല്ലാത്ത ഒരു അറിവാണ് ഡോക്ടറെ. നമുക്കത് അതൊക്കെ സാധാരണ എനിക്ക് പ്രൊഫസർ കിട്ടുന്നതാണ്. ജേക്കബ് സാറിൽ നിന്ന് കിട്ടിയ അറിവുകളാണ്. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്, അംബരീഷ് വിജയ്ക്ക് സാറ്. അപ്പൊ അതിന്റെ SCPH+ ക്ലാസ്സിന് ഞാൻ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എറണാകുളത്ത്. അപ്പൊ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഒന്നും ആയിട്ടില്ല, നന്നായി. ഒന്നും ആയിട്ടില്ല. വളരെ നന്നായി. അതെല്ലാം ഞങ്ങൾക്കും അത് പ്രയോജനപ്പെടുമല്ലോ. ഡോക്ടർ അതായത് പഠിച്ചാലും എനിക്കറിയാവുന്ന നമുക്കും അറിവ് ഞാൻ കുറച്ച് തന്നു. എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പറഞ്ഞു. അപ്പം എന്റെ പേരിലും IFPHന്റെ പേരിലും ഇവിടെ പങ്കെടുത്ത എല്ലാ ഡോക്ടർമാരുടെ പേരിലും നന്ദിയും നമസ്കാരവും ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു. താങ്ക് യു. നന്ദി ലതാ മനോഹരൻ ഡോക്ടറെ. എന്തായാലും അനിത സോമൻ ഡോക്ടർ പഠിക്കുന്നതുകൊണ്ട് നമുക്കും ഗുണമുണ്ട്. അപ്പൊ ഇനിയും പഠിക്കുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് പങ്കുവയ്ക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വരിക. എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. IFPHന്റെ നമ്മുടെ മലയാളം സെഷൻ ഇന്നത്തെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ മലയാള സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.